എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഭ പ്രതിപക്ഷത്തിൻ്റെതാണ്. പ്രധാന റോൾ എപ്പോഴും പ്രതിപക്ഷത്തിനാണ്. മറ്റ് പാർട്ടികളൊന്നും തന്നെ ഇന്ത്യയെ നിർവചിക്കുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. ഇപ്പം ഞങ്ങളെല്ലാം എം പിമാരായിരുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ദിവസവും നോട്ടീസ് മുടങ്ങാതെ കൊടുക്കും, സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? എക്സിക്യൂട്ടീവിനെ അക്കൗണ്ടബിളാക്കി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ചോദ്യോത്തരവേള എന്നത്. ഈ 65 തിരഞ്ഞെടുപ്പിന് ശേഷം എം എൽ എമാർക്ക് എക്സ് എം എൽ എമാരാവാൻ പോലും പറ്റിയില്ല. കാരണം നിയമസഭ കൂടുന്നതിന് മുമ്പ് തന്നെ പിരിച്ചുവിടുന്ന സ്ഥിതി 1965 ഉണ്ടായിട്ടുണ്ട്. നിയമനിർമ്മാണ സഭ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള, അത് ഉൾക്കൊള്ളാത്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടായ ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നിയമനിർമ്മാണ സഭ അതിനെ തിരുത്തിയിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ KPA മജീദ്, ആദരണീയനായ സ്പീക്കർ, ബഹുമാന്യരായ സാമാജികരെ, സുഹൃത്തുക്കളെ, വളരെ വിശാലമായിട്ടുള്ളൊരു വിഷയമാണ്. വലിയ നിലയ്ക്കാത്ത സംവാദങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമാണ്. അതുകൊണ്ട് കഴിയുന്നത്ര ചുരുക്കി ചില കാര്യങ്ങൾ, മിക്ക കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ദീർഘകാലം പൊതുരംഗത്തും നിയമസഭാംഗമായും ഒക്കെ പ്രവർത്തിക്കുന്നവരെന്ന നിലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതൊന്ന് സംക്ഷിപ്തമായും ക്രോഡീകരിച്ചും പറയുക എന്നത് മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം പിന്നിട്ട് ഭരണഘടനയുടെ 75-ാം വാർഷികം ആഘോഷിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് നമ്മൾ. 2025 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതിൻ്റെ 75-ാം വാർഷികമാണ്. ഇന്ത്യ ഈ 3/4 നൂറ്റാണ്ട് അതിജീവിച്ചതും നിലനിന്നതും ഈ ഭരണഘടനയുടെ ഉറച്ച അടിത്തറയിലും ബലത്തിലുമാണ്. ഭരണഘടന നമ്മുടെ രാജ്യത്തെ വിഭാവനം ചെയ്തിട്ടുള്ളത് ഒരു പാർലമെൻ്ററി ജനാധിപത്യ രാജ്യമായിട്ടാണ്. മതനിരപേക്ഷ ജനാധിപത്യ പരമാധികാര റിപ്പബ്ലിക്, പാർലമെൻ്ററി ജനാധിപത്യ ക്രമമാണ് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ളത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ, നമ്മളെല്ലാവരും സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ, പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ 3 നെടുന്തൂണുകളാണ് ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും. പാർലമെൻ്ററി ജനാധിപത്യ വ്യവസ്ഥയെ നിലനിർത്തുന്നതും സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതും ഈ 3 ഓർഗൻസ്, സ്റ്റേറ്റ് ഓർഗൻസ് തമ്മിലുള്ള ശരിയായ അധികാര സന്തുലനവും അധികാര വിഭജനവുമാണ്. രണ്ടും ഒരുപോലെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അധികാര വിഭജനം ഒപ്പം അധികാര സന്തുലനം, ബാലൻസ് ഓഫ് പവർ, സെപ്പറേഷൻ ഓഫ് പവർ. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നത് വളരെ പ്രധാനമാണ്. ഓരോ വിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ ഓർഗനും, സ്റ്റേറ്റ് ഓർഗൻ ആയിട്ടുള്ള ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ഇതിന് 3-നും അതിൻ്റെ അധികാര പരിധികൾ, ചുമതലകൾ, കർത്തവ്യങ്ങളുണ്ട്. അതിൽ ഒതുങ്ങി നിൽക്കുക. എന്നാൽ ചില കാര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള ന്യായമായിട്ടുള്ള ഇടപെടലുകളും ഉണ്ടാവും. അല്ലെങ്കിൽ ന്യായമായ ചില ഫങ്ഷൻസ്, ഓവർലാപ്പ് ചെയ്യുന്ന ഫങ്ഷൻസ് ഉണ്ടാവും. പക്ഷെ പൊതുവിൽ അതാതിന് നിശ്ചയിച്ചിട്ടുള്ള ചുമതലകൾ, അധികാര പരിധികൾ, കർത്തവ്യങ്ങൾ, അതിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നതാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ കാര്യക്ഷമമായ സുഗമമായ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്നത് ഒരു അടിസ്ഥാന തത്വമാണ്. സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന
തത്വത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. അരിസ്റ്റോട്ടലിൻ്റെ കൃതികളിലാണ് ആദ്യമായി അധികാര വിഭജനം അഥവാ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന തത്വം വരുന്നത്. പുരാതന റോമിലും ഈ തത്വത്തിൻ്റെ പ്രയോഗം ഉണ്ടായിട്ടുണ്ട്. ആധുനിക ലോകത്ത് 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് ദാർശനികനായിട്ടുള്ള മോണ്ടെസ്ക്യൂ ആണ് അധികാര വിഭജനത്തെക്കുറിച്ച്, സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. മോണ്ടെസ്ക്യൂവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള പുസ്തകം ദി സ്പിരിറ്റ് ഓഫ് ലോ, അതിൽ അദ്ദേഹം ഇംഗ്ലീഷ് ജനാധിപത്യ വ്യവസ്ഥയെ ആസ്പദമാക്കിയിട്ടാണ് അധികാര വിഭജനം എന്ന തത്വത്തെക്കുറിച്ച് വിലയിരുത്തുന്നതും പരാമർശിക്കുന്നതുമൊക്കെ. അധികാര വിഭജനത്തിൻ്റെ, സെപ്പറേഷൻ ഓഫ് പവേഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അധികാര ദുർവിനിയോഗം തടയുക എന്നതാണ്. ഭരണ സംവിധാനത്തിൻ്റെ ഏതെങ്കിലും ഒരു വിഭാഗം, അത് ലെജിസ്ലേച്ചർ ആവട്ടെ, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ആവട്ടെ, അതല്ലെങ്കിൽ ജുഡീഷ്യറി ആവട്ടെ, ഏതെങ്കിലും ഒന്ന് അപരിമിതമായിട്ടുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുന്നത് അധികാര ദുർവിനിയോഗമാവും. അത് ഏകാധിപത്യപരമായിട്ടുള്ള പ്രവണതകളിലേക്ക് നയിക്കും. അതിനെ നിയന്ത്രിക്കുക, അതിന് ചെക്സ് ആൻഡ് ബാലൻസസ് കൊണ്ടുവരിക എന്നതാണ് അധികാര വിഭജനം എന്ന തത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും ലക്ഷ്യവും. അപ്പോൾ അധികാര വിഭജനം പോലെ തന്നെ പ്രധാനമാണ് അധികാര സന്തുലനവും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ 3 സ്റ്റേറ്റ് ഓർഗനുകളും പരസ്പര പൂരകമായിട്ട് പ്രവർത്തിക്കണം. ഒന്ന് മറ്റൊന്നിന് കീഴ്പ്പെടരുത്, ഒന്ന് മറ്റൊന്നിന് മുകളിൽ ആധിപത്യം പുലർത്തരുത്, പരസ്പര പൂരകമായി പ്രവർത്തിക്കുക. അത് നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻ്ററി ജനാധിപത്യത്തിനും ഫെഡറൽ ഘടനയ്ക്കും പ്രധാനമാണ്. ഫെഡറലിസത്തെക്കുറിച്ച് ഭരണഘടന സ്പെസിഫിക്കായിട്ട് എവിടെയും പറയുന്നില്ലെങ്കിലും നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ രാജ്യമാണ്. ഫെഡറൽ അംശങ്ങൾ ഭരണഘടനയിലുടനീളം നമുക്ക് കാണാൻ പറ്റും. ആർട്ടിക്കിൾ 1 തന്നെ ഇന്ത്യയെ നിർവചിക്കുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. അപ്പോൾ അതൊരു ഫെഡറൽ സ്വഭാവമാണ്. അധികാര വിഭജനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. പ്രസിദ്ധമായിട്ടുള്ള അധികാര വിഭജനം പ്രത്യേകമായി ഭരണഘടന പറയുന്നില്ലെങ്കിലും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 50 അധികാര വിഭജനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്ന് വേർതിരിക്കണം എന്ന് ആർട്ടിക്കിൾ 50 പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 50 പക്ഷേ ലീഗലി എൻഫോഴ്സബിൾ അല്ല, കാരണം മാർഗനിർദ്ദേശ തത്വങ്ങളിലാണ് അത് ഉൾപ്പെടുന്നത് എന്നതുകൊണ്ടാണ്. എന്നാൽ അധികാര വിഭജനത്തെ കുറച്ചുകൂടി കൃത്യമായി നിർവചിച്ച ഒരു സുപ്രീം കോടതി വിധി 1975 ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായി. ഇന്ദിരാഗാന്ധി നെഹ്റു വേഴ്സസ് രാജ് നാരായൺ, ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നാരായണൻ. ആ കേസിൽ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തർക്കം കോടതിയുടെ പരിഗണനയിലിരിക്കെ ആണല്ലോ ഭരണഘടനാ ഭേദഗതി ഉണ്ടാവുന്നത്. ആ ഭരണഘടനാ ഭേദഗതിയെ സുപ്രീം കോടതി റദ്ദാക്കിയത്, അതിന് പറഞ്ഞ കാരണം അധികാര വിഭജന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റ് ഒരു ജുഡീഷ്യൽ ഫംഗ്ഷൻ നിർവഹിക്കാൻ പാടില്ല. കാരണം ജുഡീഷ്യറിയുടെ മുമ്പിൽ പരിഗണനയിലിരിക്കുന്നൊരു വിഷയമാണ്. അത് ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും ഒരു ജുഡീഷ്യൽ ഫംഗ്ഷൻ പാർലമെൻറ്റ് ഉപയോഗിക്കാൻ പാടില്ല. അത് അധികാര വിഭജനം എന്ന തത്വത്തിന് എതിരാണ് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ അധികാര വിഭജനം എന്ന തത്വത്തെ കൃത്യമായി നിർവചിച്ച ഒരു സുപ്രീം കോടതി വിധി ഇന്ദിരാ നെഹ്റു ഗാന്ധി വേഴ്സസ് രാജ് നാരായണൻ കേസിലാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ ഭരണഘടനാ വിഭാഗങ്ങൾ ഓരോന്നിൻ്റെയും പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ ചുമതലകളെക്കുറിച്ചും നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ് ഓർഗനാണ് ലെജിസ്ലേച്ചർ എന്നത്. നിയമനിർമ്മാണ സഭയുടെ അധികാരം നമുക്കെല്ലാവർക്കും അറിയാം. നിയമം നിർമ്മിക്കാനുള്ള അധികാരമാണ്. നിയമം നിർമ്മിക്കുന്നത് പോലെ തന്നെ നയരൂപീകരണം, ധനകാര്യ നടപടികളുടെ അംഗീകാരം, ഇതെല്ലാം നിയമനിർമ്മാണ സഭയുടെ അധികാരമാണ്. എല്ലാ ധനകാര്യ നടപടികളും നിയമനിർമ്മാണ സഭ അംഗീകരിക്കണം. പൈസ എക്സിക്യൂട്ടീവിന് ചെലവഴിക്കണമെങ്കിൽ നിയമനിർമ്മാണ സഭയുടെ അംഗീകാരം വേണം. അംഗീകാരമില്ലാതെ ചില്ലിക്കാശ് ചെലവഴിക്കാനാവില്ല.
അതുപോലെ നയരൂപീകരണവും നിയമനിർമ്മാണ സഭയുടെ അംഗീകാരത്തോടെ അനുമതിയോട് കൂടിയിട്ടാണ് ഉണ്ടാവേണ്ടത്. നിയമനിർമ്മാണം അതുപോലെ തന്നെയാണ്. അപ്പം ഈ അധികാരങ്ങൾ കൃത്യമായി തന്നെ ഭരണഘടനയിൽ നിർവചിച്ചിട്ടുണ്ട്. ഇപ്പം സംസ്ഥാന നിയമസഭയുടെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു എന്നാണ് തോന്നുന്നത്, സംസ്ഥാന നിയമസഭയ്ക്ക് അതിൻ്റെ ചട്ടം രൂപീകരിക്കാൻ ആർട്ടിക്കിൾ 208 അധികാരം നൽകുന്നുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 208 സംസ്ഥാന നിയമസഭകൾക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ചട്ടവും നടപടിക്രമങ്ങളും നിർമ്മിക്കാനുള്ള അധികാരം നൽകുന്നു. ആർട്ടിക്കിൾ 212(1) ഈ ചട്ടവും നടപടിക്രമങ്ങളും കോടതിക്ക് പരിശോധിക്കാൻ, അതിൻ്റെ സാധുത കോടതിക്ക് പരിശോധിക്കാൻ അധികാരം നൽകുന്നില്ല. അതായത് നിയമസഭ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ചട്ടങ്ങളുടെയും നടപടിക്രമങ്ങളുടെയും സാധുത ഒരു നീതിന്യായ കോടതിക്കും പരിശോധിക്കാനാവില്ല, അതിലിടപെടാനാവില്ല എന്നത്. അത് നിയമസഭയുടെ ലെജിസ്ലേച്ചറിൻ്റെ സ്വതന്ത്രമായ നിഷ്പക്ഷമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഭരണഘടനാ വ്യവസ്ഥ, അതും അധ്യക്ഷൻ ഇവിടെ പരാമർശിച്ചു, അത് ആർട്ടിക്കിൾ 194. ഒരുപക്ഷെ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ താല്പര്യമെടുക്കുന്നതോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ളൊരു ഒരു സവിശേഷാധികാരം ആർട്ടിക്കിൾ 194 നിന്ന് ഉണ്ടായിട്ടുള്ളതാണ്. ആർട്ടിക്കിൾ 194 പ്രത്യേക അവകാശങ്ങൾ, സാധാരണ പൗരന്മാർക്ക് ഭരണഘടന അനുവദിക്കുന്നതിന് ഉപരിയായ ചില സവിശേഷമായിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും ആർട്ടിക്കിൾ 194 ലെജിസ്ലേച്ചറിലെ അംഗങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിനാണ് പ്രിവിലേജ് എന്ന് പറയുക, പ്രിവിലേജസ് എന്ന് പറയുക. ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയ്ക്കിടയാക്കുന്നത് കൂടിയാണ് ഈ പ്രിവിലേജ്, സവിശേഷാധികാരം എന്നുകൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കട്ടെ. എന്താ പ്രിവിലേജസിൻ്റെ ഉദ്ദേശം? പ്രിവിലേജസിൻ്റെ ഉദ്ദേശം നിയമസഭാംഗം എന്ന നിലയിലുള്ള ചുമതല നിഷ്പക്ഷമായി, നിർഭയമായി, നിയമാനുസൃതം നിറവേറ്റാൻ ഉള്ള സാഹചര്യം സൃഷ്ടിക്കുക, അത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തേക്ക് സവിശേഷാധികാരങ്ങളില്ല. അത് പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നേ വരെ ഈ പ്രിവിലേജസ് എന്താണെന്ന് കോഡിഫൈ ചെയ്തിട്ടില്ല. നിയമം മൂലം നിർവചിക്കാത്ത ഒന്നാണ് പ്രിവിലേജ് എന്നത്. എന്തുകൊണ്ടാണ് നിയമം മൂലം നിർവചിക്കാത്തത്? നിയമം മൂലം നിർവചിക്കാൻ പോയ കാര്യം കുഴപ്പമാവും എന്നുള്ളതുകൊണ്ടാണ്, സങ്കീർണമാവും എന്നതുകൊണ്ടാണ്. നിർവചിക്കാനുള്ള ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ അത്തരമൊരു ശ്രമം നടന്നു. പക്ഷെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ലെജിസ്ലേച്ചറിൻ്റെ എല്ലാ നടപടിയും കോടതിയുടെ വിലയിരുത്തലിന് വിധേയമായി തീർന്നു എന്നതാണ്. അത് ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിച്ചു. ഇന്ത്യയിൽ കുറച്ചു കാലം മുമ്പ് കർണാടക നിയമസഭയാണ് അത്തരമൊരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നത്, കോഡിഫൈ ചെയ്യാനുള്ള ശ്രമം. പക്ഷെ ആ ബില്ല് പാസ്സായില്ല. നിയമസഭാ സ്പീക്കർമാരുടെ സമ്മേളനങ്ങളിൽ ലോക്സഭാ സ്പീക്കറും നിയമസഭാ സ്പീക്കർമാരും എല്ലാം ഉൾപ്പെടുന്ന സ്പീക്കേഴ്സ് കോൺഫറൻസുകളിൽ എത്രയോ കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതും രേഖാഭിപ്രായമില്ലാത്തതുമായിട്ടുള്ള കാര്യമാണ് ഈ പ്രിവിലേജസ് കോഡിഫൈ ചെയ്യുക എന്നത്. രണ്ടഭിപ്രായങ്ങളുണ്ട്. നിയമം മൂലം നിർവചിക്കണമെന്ന വാദമുണ്ട്, നിർവചിക്കാൻ പോവാതിരിക്കുന്നതാണ് ബുദ്ധി എന്ന വാദവും ഉണ്ട്. കാരണം നിർവചിക്കാൻ പോയാലുള്ള പ്രശ്നം ഇതാണ്, കോടതി ഇടപെടൽ ക്ഷണിച്ചു വരുത്താൻ അതിടയാക്കും എന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിൽ പിന്തുടരുന്നത് ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലെ വ്യവസ്ഥകളാണ്, അല്ലെങ്കിൽ അവിടെ പാലിച്ചു വന്ന കീഴ്വഴക്കങ്ങളാണ്. കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രിവിലേജസ് നിലനിൽക്കുന്നത് എന്നർത്ഥം. അത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 194(3) പറഞ്ഞിരുന്നു, ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലെ, ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ MP-മാർക്കുള്ള അവകാശങ്ങളും അധികാരങ്ങളും പരിരക്ഷകളും ഇവിടെയും തുടരും എന്നാണ് പറഞ്ഞത്. പക്ഷേ 1978 44-ാം ഭരണഘടനാ ഭേദഗതിയിൽ ആ ഭാഗം, ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിലെ അംഗങ്ങളുടെ അധികാരാവകാശങ്ങളും പരിരക്ഷകളും എന്ന ഭാഗം നീക്കം ചെയ്യുകയുണ്ടായി, എടുത്തു കളയുകയുണ്ടായി. ഇപ്പോൾ കീഴ്വഴക്കങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്താ ഈ പ്രിവിലേജസ്? രണ്ട് തരത്തിലുണ്ട്. ഈ സവിശേഷാധികാരങ്ങൾ എന്ന് പറഞ്ഞ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് കണ്ടംപ്റ്റ് ഓഫ് ദ ഹൗസ്, സഭയോടുള്ള അവഹേളനം. രണ്ട് ബ്രീച്ച് ഓഫ് പ്രിവിലേജസ്,
ബ്രീച്ച് ഓഫ് പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ അംഗങ്ങളുടെ വ്യക്തിപരമായ അവകാശവും സഭയുടെ ആകെ അവകാശവുമാവാം. അപ്പോൾ രണ്ട് തരത്തിലാണ് ഈ സവിശേഷാധികാരങ്ങൾ വിലയിരുത്തപ്പെടുന്നത്. ഒന്ന് സഭയോടുള്ള അവഹേളനം, രണ്ട് അംഗങ്ങളുടെ സഭയുടെയും സവിശേഷ അധികാരങ്ങളുടെ ലംഘനം. സഭയോടുള്ള അവഹേളനം എന്ന് പറഞ്ഞാൽ സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നത്, മറ്റംഗങ്ങളുടെയും അതുപോലെ ഉദ്യോഗസ്ഥരുടെയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുന്നത്, ഇതൊക്കെ സഭയോടുള്ള അവഹേളനമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതെല്ലാം സഭയുടെ ഈ കൺടെംപ്റ്റ് ഓഫ് ദ ഹൗസ് എന്ന നിർവചനത്തിൽ വരുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള സവിശേഷാധികാരങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുള്ളത് നിയമസഭയുടെ സ്വതന്ത്രമായ നിഷ്പക്ഷമായ നീതിപൂർവകമായ പ്രവർത്തനം ഉറപ്പുവരുത്തുന്നതിനാണ്. പക്ഷെ പലപ്പോഴും ഉണ്ടായിട്ടുള്ള കാര്യം എങ്ങനെയെന്ന് വെച്ചാൽ ഇത് സംബന്ധിച്ച് കോഡിഫൈ ചെയ്യാത്തത് കൊണ്ടും അവ്യക്തതയും തെറ്റായ ധാരണകളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ പ്രിവിലേജസിനെ ദുർവ്യാഖ്യാനം ചെയ്ത് അതിൻ്റെ പരിധിക്ക് പുറത്തുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കലും ഇടപെടലുണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അടുത്ത കാലത്ത് പ്രിവിലേജസിൻ്റെ പേരിൽ അത്തരം രണ്ട് അനുഭവങ്ങൾ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യം വന്നു. അത് യഥാർത്ഥത്തിൽ പ്രിവിലേജിൻ്റെ പരിധിയിലേ വരുന്നതല്ല. പ്രത്യേകിച്ച് ഇപ്പോൾ ദൈനംദിന ഭരണകാര്യങ്ങളിൽ പ്രിവിലേജിൻ്റെ പേരിൽ ഇടപെടാൻ പറ്റില്ല. ഒരാളെ ട്രാൻസ്ഫർ ചെയ്യണം, അതൊരു പ്രിവിലേജാണ് പ്രശ്നമായിട്ട് അതിനെ അവതരിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രിവിലേജ് നിയമസഭാംഗം എന്ന നിലയിലുള്ള പ്രവർത്തനത്തിന് പരിരക്ഷ ഉറപ്പുവരുത്താൻ മാത്രമുള്ളതാണ്. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ചട്ടം 208 ആർട്ടിക്കിൾ 208 പ്രകാരം നടപടിക്രമങ്ങളും ചട്ടങ്ങളും ആവിഷ്കരിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അതിൽ സാധാരണഗതി കോടതിക്ക് ഇടപെടാനും പറ്റില്ല. പക്ഷേ കേശവസിംഗ് കേസിലെ ഒരു പ്രസിഡൻഷ്യൽ റെഫറൻസ് ഉണ്ടായിട്ടുണ്ട്, ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള പ്രസിഡൻഷ്യൽ റെഫറൻസ്. ആ റെഫറൻസിൽ സുപ്രീം കോടതി ഒരു വ്യാഖ്യാനം നടത്തിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ നിർവചിക്കുന്നുണ്ട്. ആർട്ടിക്കിൾ 12 പ്രകാരമുള്ള സ്റ്റേറ്റിൻ്റെ നിർവചനത്തിൽ നിയമസഭയും ഉൾപ്പെടും എന്നതിനാൽ ആർട്ടിക്കിൾ 226(1) പ്രകാരമുള്ള കോടതിയുടെ അധികാരം നിയമസഭയ്ക്ക് നേരെയും പ്രയോഗിക്കാം എന്നാണ്. ആർട്ടിക്കിൾ 226 റിട്ട് അധികാരമാണ്, ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ്. അപ്പോൾ കേശവസിംഗ് കേസിലെ പ്രസിഡൻഷ്യൽ റെഫറൻസിനെ തുടർന്നുള്ള സുപ്രീം കോടതി വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിനെ നിർവചിക്കുന്നുണ്ട്, ആ നിർവചനത്തിൽ നിയമസഭയും വരും. സ്റ്റേറ്റിൻ്റെ നിർവചനത്തിൽ നിയമസഭ വരുന്നത് കൊണ്ട് കോടതിയുടെ ആർട്ടിക്കിൾ 226 പ്രകാരമുള്ള റിട്ട് അധികാരത്തിന് വിധേയമാണ്. അപ്പോൾ വേണമെങ്കിൽ നിയമസഭയുടെ കാര്യങ്ങളിലും ഇടപെടാം എന്നൊരു വ്യാഖ്യാനം ഉണ്ടായിട്ടുണ്ട്. നിയമസഭയുടെ ലെജിസ്ലേച്ചറിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഒന്ന് പറഞ്ഞു പോകേണ്ടതാണ്. സ്പീക്കറാണ് സഭയുടെ അധിപൻ. നായകൻ ഏറ്റവും വലിയ കക്ഷിയുടെ നേതാവ്, ഏറ്റവും വലിയ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് പ്രതിപക്ഷ നേതാവ്. ഇതാണ് ലെജിസ്ലേച്ചറിൻ്റെ ഒരു ഘടന എന്നത്. സഭാ പ്രവർത്തനത്തെക്കുറിച്ച് നേരത്തെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സഭയിൽ അംഗങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള, പ്രത്യേകിച്ച് സാധാരണ ഞങ്ങളൊക്കെ പാർലമെൻറ്റിൽ 10 കൊല്ലം പ്രതിപക്ഷത്തിരുന്ന ആളായതുകൊണ്ട് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സഭ പ്രതിപക്ഷത്തിൻ്റെതാണ്. പ്രധാന റോൾ എപ്പോഴും പ്രതിപക്ഷത്തിനാണ്. അല്ലല്ല വേണ്ട, അത് വസ്തുത. ഞാൻ സ്പീക്കറായിരിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെ, ഞാൻ പറഞ്ഞത് സഭ, എല്ലാ സഭയും നമ്മൾ കാണേണ്ടത് ലെജിസ്ലേച്ചറിൽ എല്ലാ സഭയും പ്രതിപക്ഷത്തിൻ്റെതാണ്. പ്രതിപക്ഷത്തിനാണ് കൂടുതൽ ഇടപെടാനുള്ള അവസരങ്ങൾ പ്രതിപക്ഷത്തിനാണ്. ഇപ്പോൾ റൂൾ 50 പ്രതിപക്ഷത്തിന് മാത്രമുള്ള അവകാശം, എല്ലാ ദിവസവും കേരളത്തിൽ കൊണ്ടുവരാം. പാർലമെൻറ്റിൽ വ്യത്യസ്തമാണ് അനുഭവം ഉണ്ടോ. പാർലമെൻറ്റിൽ അടിയന്തര പ്രമേയം ഞാനിരുന്ന 10 കൊല്ലത്തിനിടയിൽ ഒരു തവണയോ മറ്റോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഒരു സംശയം, ഓർമ്മയേ ഉള്ളൂ. അല്ല, അതും അടിയന്തര പ്രമേയമായിട്ട് അനുവദിച്ചില്ല. സഭ നിർത്തിവെക്കാനുള്ള നോട്ടീസ് അതിന് ശേഷം, ചോദ്യോത്തരവേളയ്ക്ക് ശേഷം, അവിടെ പിന്നെ അങ്ങനെയാണ്, ചോദ്യോത്തരവേള തന്നെ സസ്പെൻഡ് ചെയ്തിട്ടാണ്
അടിയന്തര പ്രമേയം. ചോദ്യോത്തരവേളയ്ക്ക് ശേഷം 0 ഓവറിൽ കക്ഷി നേതാക്കൾക്കെല്ലാം സംസാരിക്കാൻ അനുവാദം നൽകാം എന്ന് പറയുകയാണ് ചെയ്തത്. സഭ നിർത്തിവെച്ചില്ല. അപ്പോൾ അതാണ് അവിടെ തുടരുന്ന രീതി. അടിയന്തര പ്രമേയം 10 കൊല്ലത്തെ അനുഭവം പറഞ്ഞാൽ അടിയന്തര പ്രമേയം ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോൾ 4 ദിവസത്തെ സമ്മേളനത്തിൽ 2 അടിയന്തര പ്രമേയം ചർച്ച ചെയ്തിട്ടുണ്ട്. അനുമതി ചർച്ച ചെയ്തു. ഇവിടെ വേറെയൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്തില്ലെങ്കിൽ പോലും എല്ലാ ദിവസവും ചർച്ച നടക്കുന്നുണ്ട്. അടിയന്തര പ്രമേയം നോട്ടീസിനെ കുറിച്ച് വിശദമായൊരു ചർച്ച നടക്കുന്നത് അത് അവിടെ ഇല്ല. ഇപ്പം ഞങ്ങളെല്ലാം എം പിമാരായിരുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാ ദിവസവും നോട്ടീസ് മുടങ്ങാതെ കൊടുക്കും. സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയാമോ? ഈ നോട്ടീസ് അവിടെ വായിക്കും. അപ്പോൾ നമ്മുടെ ഈ നോട്ടീസ് കൊടുത്തവരുടെ പേര് വരും. എന്നിട്ട് പറഞ്ഞു ഓൾ നോട്ടീസസ് ആർ ഡിസലൗഡ്. അത് അപ്പോൾ തന്നെ ഡിസലൗ ചെയ്യും. പക്ഷേ അപ്പോൾ നമ്മൾ നോട്ടീസ് കൊടുത്തു എന്നൊക്കെ വാർത്തയിലൊക്കെ വരും. അപ്പോൾ ഉന്നയിക്കാൻ അവസരം കിട്ടിയില്ലെങ്കിലും നമ്മളൊരു ഇടപെടൽ. അപൂർവം ചില സമയത്ത് വലിയ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ആണെങ്കിൽ നോട്ടീസ് കൊടുത്തവർക്ക് ചോദ്യോത്തരവേള കഴിഞ്ഞ് ഒരു 3 മിനിറ്റോ മറ്റോ ആ വിഷയം ഉന്നയിക്കാനുള്ള അവസരം അപൂർവമായിട്ട് കിട്ടും. അങ്ങനെ കിട്ടിയൊരവസരം ഞാൻ ഓർമ്മിക്കുന്നത് ഒരു കൃഷിക്കാരൻ, രാജസ്ഥാനിൽ നിന്ന് വന്ന കൃഷിക്കാരൻ പാർലമെൻറ്റിൻ്റെ മുമ്പിൽ മരത്തിൻ്റെ മുകളിൽ കെട്ടിത്തൂങ്ങി മരിച്ചു. കുറച്ചു കാലം മുമ്പ് മരത്തിൻ്റെ മുകളിൽ നിന്ന് കയറ് കഴുത്ത് കുറുക്കി താഴത്തേക്ക് ചാടി. ആ വിഷയം അത് വലിയ പാർലമെൻറ്റ് നടക്കുന്ന സമയമാണ്, പാർലമെൻറ്റ് തൊട്ട് മുമ്പിലുണ്ടായതാണ്. എന്നിട്ട് പോലും അടിയന്തര പ്രമേയം ഉണ്ടായില്ല എന്ന് ഓർക്കണം. അടിയന്തര പ്രമേയം ഉണ്ടായില്ല. നോട്ടീസ് കൊടുത്തവർക്കൊക്കെ 2-3 മിനിറ്റ് വെച്ച് സംസാരിക്കാൻ കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് കേരളത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. എല്ലാ ദിവസവും നമ്മൾ അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് ചർച്ച ചെയ്യുന്നു. അത് അനുവദിക്കണോ വേണ്ടയോ എന്ന കാര്യം ചർച്ച ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ സഭ നിർത്തിവെച്ച് തന്നെ അടിയന്തര പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിന് കൂടുതൽ അവസരങ്ങൾ നൽകുന്നതാണ് പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ലെജിസ്ലേച്ചറിൻ്റെ ചട്ടങ്ങൾ എന്നതാണ്. അത് ഒരാരോഗ്യകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ചോദ്യോത്തരവേള അതെല്ലാ അംഗങ്ങൾക്കുള്ള അവസരമാണ്. യഥാർത്ഥത്തിൽ എല്ലാ അംഗങ്ങൾക്കും ഇപ്പം എക്സിക്യൂട്ടീവിനെ അക്കൗണ്ടബിളാക്കി നിർത്തുന്ന, എന്നാൽ വേണ്ടത്ര അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പൊതുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവസരമാണ് ചോദ്യോത്തരവേള എന്നത്. വിവരങ്ങൾ എക്സിക്യൂട്ടീവിൽ നിന്ന് തേടാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരവസരം അതാണ് ചോദ്യോത്തരവേള. അപ്പോൾ ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സാധ്യതകളും അവസരങ്ങളും പ്രതിപക്ഷത്തിനുണ്ട്. അത് പ്രതിപക്ഷം ആരായിരുന്നാലും ഏത് സഭയിലാണെങ്കിലും അങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് എൻ്റെ ഇടയ്ക്ക് കയറിപ്പോയതാണ്. ഇപ്പോൾ നിയമസഭയുടെ പ്രത്യേകമായിട്ടുള്ള അധികാരങ്ങളെയും അവകാശങ്ങളെയും കുറിച്ചാണ്. 1985 കൂറുമാറ്റ നിയമം വന്നത്. കൂറുമാറ്റ നിയമം വരുന്നതിന് ഒരു പശ്ചാത്തലമുണ്ട്. ഈ 60കളുടെ അവസാനം തുടങ്ങി വ്യാപകമായിട്ടുള്ള കൂറുമാറ്റം പാർലമെൻറ്റിലും നമ്മുടെ സംസ്ഥാന നിയമസഭകളിലെല്ലാം ഉണ്ടായി. 67ലെയും 77ലെയും 71ലെയും തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭകളിലെയും പാർലമെൻറ്റിലെയും തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പകുതി അംഗങ്ങളും കൂറുമാറിയെന്നാണ്. 4000-ഓളം അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ പകുതി അംഗങ്ങളും കൂറുമാറി എന്നാണ് ഒരു കണക്ക്. അപ്പം അതിനെ തുടർന്നാണ് ഈ കൂറുമാറ്റം ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തനത്തിനും ജനാധിപത്യത്തിനും ഒക്കെ ഒരു വലിയ ഭീഷണിയും വെല്ലുവിളിയുമായി മാറുന്നു എന്ന ചർച്ചകൾ വ്യാപകമായിട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂറുമാറ്റം തടയാനൊരു നിയമം വേണം എന്ന ആലോചന വരുന്നത്. 85 നിയമം പാസാക്കി. 2003 91 ഭരണഘടനാ ഭേദഗതിയിലൂടെ ഡിസ്ക്വാളിഫിക്കേഷൻ, അയോഗ്യത കൊണ്ടുവരികയുണ്ടായി. 1/3 താഴെയാണ് കൂറുമാറ്റം. ഇപ്പോൾ പാർട്ടി പിളർന്നിട്ട് പോയാൽ കൂറുമാറ്റം ബാധകമല്ല. 1/3 താഴെയാണെങ്കിലേ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ വരുന്നില്ല. അതിനെക്കുറിച്ച് ഇപ്പോൾ ചർച്ചകൾ ഇന്നത്തെ സവിശേഷ സാഹചര്യത്തിൽ ചർച്ച വരുന്നുണ്ട്. കാരണം ഇപ്പോൾ യഥാർത്ഥത്തിൽ നടക്കുന്നത് പണ്ടത്തേതുപോലുള്ള കൂറുമാറ്റമല്ല, കൂട്ടക്കൂറുമാറ്റമാണ്, ബൾക്കായിട്ടുള്ള കൂറുമാറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ആസൂത്രിതമായി സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ കൂറുമാറ്റ നിയമം തന്നെ ഇപ്പോൾ ഫലപ്രദമാണോ എന്ന ചോദ്യം ഇന്ന് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാപകമായിട്ടിപ്പോൾ
ഈ കൂറുമാറ്റ നിയമത്തെ അപ്രസക്തമാക്കിക്കൊണ്ടുള്ള കൂട്ടക്കൂറുമാറ്റങ്ങൾ, ഗവൺമെൻറ്റിനെ അട്ടിമറിക്കൽ, ഇതെല്ലാം ഇപ്പോൾ വ്യാപകമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കൂറുമാറ്റ നിയമത്തിൻ്റെ കാര്യത്തിൽ ഈ തീരുമാനം അന്തിമമായിട്ട് എടുക്കുന്നത്, ഡിസ്ക്വാളിഫിക്കേഷൻ സംബന്ധിച്ച് തീരുമാനമൊക്കെ എടുക്കുന്നത് ആരാ? സ്പീക്കറാണ്. സ്പീക്കർമാർ അതിൻ്റെ പേരിൽ ധാരാളം വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിലെ സ്പീക്കർമാർക്ക് പിന്നെ അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്, ആ പ്രശ്നത്തെ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല കാര്യമായിട്ട് എന്നത് കേരളത്തിലെ ജനാധിപത്യത്തിൻ്റെ തന്നെ ഒരു ആരോഗ്യത്തെയാണ് അത് കാണിക്കുന്നത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വ്യാപകമായിട്ട് സ്പീക്കർമാരുടെ, ഇന്നും സുപ്രീം കോടതിയുടെ ഒരു പരാമർശം നമ്മുടെ മഹാരാഷ്ട്ര കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. നടപടി വ്യാപകമായി വിമർശിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉയർന്നു വരുന്നൊരു ചർച്ച, ഈ അയോഗ്യത സംബന്ധിച്ച തീരുമാനം സ്പീക്കർ തന്നെയാണോ എടുക്കേണ്ടത് അതോ മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കേണ്ടതുണ്ടോ എന്ന ചർച്ചകൾ ഉയർന്നു വരുന്നിടത്തോളം സ്പീക്കർമാരുടെ നടപടി ഇപ്പോൾ വിമർശന വിധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ച് സാമാന്യമായിട്ട് പറയാവുന്ന കാര്യങ്ങൾ ഇതെല്ലാമാണ്. ലെജിസ്ലേച്ചറിൻ്റെ അധികാരം, നിയമനിർമ്മാണം, നയരൂപീകരണം, ധനകാര്യ നടപടികളുടെ അംഗീകാരം, അതുപോലെ റൂൾ 50 പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറഞ്ഞു, ചോദ്യോത്തരം പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞു, അവിശ്വാസ പ്രമേയം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. 6 മാസത്തിലൊരിക്കൽ സഭ കൂടണമെന്നാണ് വ്യവസ്ഥ. നിയമനിർമ്മാണ അധികാരം എക്സിക്യൂട്ടീവിന് ഉപയോഗിക്കാവുന്ന ചില സാഹചര്യങ്ങൾ അറിയാമല്ലോ, ഓർഡിനൻസൊക്കെ പുറപ്പെടുവിക്കുന്നതുമായി ബന്ധപ്പെട്ട്. 6 മാസത്തിലൊരിക്കൽ സഭ കൂടും. ഇത്ര ദിവസം കൊല്ലത്തിൽ സഭ കൂടുന്നുണ്ടോ? അപ്പോൾ ഇത് അടുത്ത കാലത്ത് നമുക്ക് നാഗാലാൻഡിൽ ആകെ 2 പ്രാവശ്യമാണ് സഭ ഒരു കൊല്ലത്തിൽ കൂടിയത്. 3 ദിവസമാണ് നാഗാലാൻഡിൽ 3 ദിവസം. അപ്പൊ ഇത്ര ദിവസം സഭ കൂടണമെന്നില്ലുണ്ടോ? 6 മാസത്തില് അങ്ങനെ വ്യവസ്ഥയില്ല. 6 മാസത്തിലൊരിക്കൽ കൂടണമെന്നേ ഉള്ളൂ. അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പലപ്പോഴും ഭരണഘടനാ വ്യവസ്ഥ പാലിക്കാൻ മാത്രമായി ചേരുന്ന സഭകളുടെ എണ്ണം കൂടി വരികയാണ്. ഇപ്പം നാഗാലാൻഡ് പോട്ടെ, ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളുടെ കാര്യം എടുത്ത് നോക്കിയാലും നമുക്ക് UP 11 ദിവസമോ 17 ദിവസമോ മറ്റാണ് കഴിഞ്ഞ തവണ. അതെ, UP, ഗുജറാത്ത്, ഇങ്ങനെ മിക്ക സംസ്ഥാനങ്ങളുടെയും കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിരലിൽ എണ്ണാവുന്ന ദിവസമാണ് സഭ ചേരുന്നത് എന്ന് കാണാം. പ്രധാനമായിട്ടും ചേരുന്നത് ഒന്ന് ബജറ്റ് പാസ്സാക്കാനാണ്, പിന്നെ നയപ്രഖ്യാപനം ഇതും ഒന്നിച്ചായിരിക്കുമല്ലോ വരിക. ഇങ്ങനെ ഈ ഭരണഘടനാപരമായ അനിവാര്യതകൾ നിറവേറ്റാൻ വേണ്ടി മാത്രം സഭ സമ്മേളിക്കുന്ന സ്ഥിതിയുണ്ട്. നമുക്ക് തീർച്ചയായിട്ടും അതിൽ അഭിമാനിക്കാം. കേരളത്തിന് വ്യത്യസ്തമായ പാരമ്പര്യം അതിലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദിവസം ചേരുന്ന നിയമസഭ കേരളത്തിൻ്റെതാണ് എന്നത് നമുക്ക് അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. പാർലമെൻറ്റ് തന്നെ ചേരുന്നതിലെണ്ണം വളരെ കുറവ് വന്നിട്ടുണ്ട്. ഇപ്പം 1951 മുതൽ ഇതുവരെ ഈ പാർലമെൻറ്റ് ചേരുന്ന ദിവസങ്ങളുടെ എണ്ണത്തെ വിശകലനം ചെയ്തുകൊണ്ടുള്ള പഠനമുണ്ട്. ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. ഞാൻ ആ കണക്കുകൾ ഇപ്പോൾ ഓർമ്മിക്കുന്നില്ല. അതെ, ദിവസങ്ങളുമുണ്ട്. ദിവസങ്ങൾ. രണ്ടാമത്തെ കാര്യം, ഈ ചേരുന്നതിൻ്റെ തന്നെ പ്രൊഡക്ടിവിറ്റി. ഞാൻ പറഞ്ഞ പ്രതിഷേധം, സഭ തടസ്സപ്പെടുത്തുക, അതൊക്കെ സ്വാഭാവികമായിട്ടും ജനാധിപത്യത്തിലുണ്ടാവും. പലപ്പോഴും ചേരുന്നത് തന്നെ എത്ര മണിക്കൂർ പ്രവർത്തിക്കുന്നു എന്ന പ്രശ്നമുണ്ട്. അജണ്ട പാർലമെന്റ് അജണ്ട കൊടുക്കുന്നില്ല. പാർലമെന്റ് സഭ കൂടുതൽ അജണ്ട കൊടുക്കുള്ളൂ. നിയമസഭയിലും ഒക്കെ അജണ്ടകൾ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു ബില്ല് 10 ദിവസം സഭ കൂടുമ്പോൾ 10 ദിവസം എന്നതൊക്കെയാണ് അജണ്ട. അത് ലോക്സഭക്ക് ബാധകമല്ല. അങ്ങ് ഒരു 10 കൊല്ലം ലോക്സഭ അംഗമായ ആളാണല്ലോ. സാധാരണ ലിസ്റ്റ് ഓഫ് ബിസിനസ് നേരത്തെ പ്രസിദ്ധപ്പെടുത്തണമെന്നാണ് വ്യവസ്ഥ. ഇപ്പൊ ബില്ല് നേരത്തെ സർക്കുലേറ്റ് ചെയ്യണമെന്നാണ്. കാശ്മീർ പുനഃസംഘടനാ ബില്ല് എങ്ങനെ വന്നത്? അത് ബില്ല് അവതരിപ്പിച്ച ശേഷമാണ് സർക്കുലേറ്റ് ചെയ്തത്. അതിനു മുമ്പ് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊരു അസാധാരണമായ സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് നമ്മൾ കാണണം. അതാണ് ജനാധിപത്യം ഇന്ന് നേരിടുന്ന, ലെജിസ്ലേച്ചർ നേരിടുന്ന വെല്ലുവിളികൾ. അതെല്ലാമാണ് ഈ ചർച്ചയുടെ പശ്ചാത്തലത്തിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. ഇപ്പോൾ കർഷക നിയമങ്ങൾ പാസ്സാക്കി, ഫാം ലോസ് പാസ്സാക്കി, ഇതെങ്ങനെയായിരുന്നു രാജ്യസഭയിൽ പ്രത്യേകിച്ച് പാസ്സാക്കിയത്? കാരണം രാജ്യസഭയിലാണല്ലോ ഈ ലോക്സഭയിൽ പിന്നെ ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നമില്ല. ഭൂരിപക്ഷത്തിൻ്റെ പ്രശ്നം വരുന്നത് രാജ്യസഭയിലാണ്. എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് വോട്ടെടുപ്പ് ചോദിച്ചിട്ടും വോട്ടെടുപ്പ് അനുവദിക്കാതെയാണല്ലോ പാസ്സാക്കിയത്. ബുൾഡോസ് ചെയ്യുകയല്ലേ ചെയ്തത്. കോടതിയിൽ ഈ ആർട്ടിക്കിൾ 296 ഉപയോഗിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാൻ കഴിയും. ഈ പിന്നെ നേരത്തെ
ബില്ല് കൊടുക്കാതെ ബില്ല് പാസ്സാക്കിയതിനു ശേഷം മാത്രം ചർച്ചയിൽ കൊടുക്കുന്നത് കോടതി ചോദ്യം ചെയ്തു. സാധാരണഗതിയിൽ നേരത്തെ കോടതി ചില കാര്യങ്ങൾ ആ റിട്ട് അധികാരത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് പറയുമ്പോഴും സാധാരണ പാർലമെൻറ്റിലെയും നിയമസഭയിലെയും നടപടിക്രമങ്ങളെല്ലാം ചോദ്യം ചെയ്യാനാവില്ല. അതാ പറഞ്ഞത്. മറ്റത് റിട്ട് അധികാരം വരുന്നത് എന്താ, ഒരു അവകാശത്തിൻ്റെ, പൗരന്മാരുടെ അവകാശം ലംഘിക്കപ്പെടുമ്പോഴാണല്ലോ. മൗലിക അവകാശം ലംഘിക്കപ്പെടുന്നതിൻ്റെ കാര്യത്തിലാണ് ചോദ്യം ചെയ്യാനാവുക. അല്ല, അത് നേരത്തെ അങ്ങ് പറഞ്ഞ ഈ നിയമസഭയുടെ കാര്യത്തിൽ നടപടിക്രമത്തിന്റെ ഭാഗമായി സ്പീക്കർ തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിനെതിരെ മെമ്പർക്ക് കോടതി പോകാൻ പറ്റും. നേരെ മറിച്ച് കൂറുമാറ്റ സംഗതികളൊക്കെ ആണെങ്കിൽ കൂറുമാറ്റം പോവാം. 212 പ്രകാരമുള്ള വ്യവസ്ഥ നടപടിക്രമങ്ങളെയും ചട്ടങ്ങളെയും ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് സഭയുടെ മാത്രം അധികാരത്തിൽ വരുന്ന കാര്യമാണ്. പാർലമെന്റിൽ ചില ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം ലോക്സഭയിൽ അവതരിപ്പിക്കും, ചിലത് ലോക്സഭയിൽ അവതരിപ്പിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് വരും. ഇതേപോലെ തന്നെ നിയമസഭകൾ, ലെജിസ്ലേറ്റീവ് കൗൺസിലുകളുള്ള ചില സ്ഥലങ്ങളുണ്ട്. അവിടെയും ഇത് സംബന്ധിച്ച് വല്ല വ്യവസ്ഥകളും പ്രത്യേകിച്ചുണ്ടോ, എങ്ങനെയും ആവാമോ, അതോ ഒന്നിന് പിറകെ ഒന്ന് എന്ന രീതിയിൽ വല്ല വ്യവസ്ഥകളുണ്ടോ? അല്ല, അതിപ്പോൾ ഗവൺമെന്റിന് തീരുമാനിക്കുക ഏത് സഭയിലാണ് അവതരിപ്പിക്കേണ്ടതെന്നുള്ളത്. നിയമസഭ പാസ്സാക്കുന്ന അല്ലെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളിൽ മേൽ കോടതിക്ക് ഒരിക്കലും ഇടപെടാൻ പറ്റുന്ന സാഹചര്യമില്ല. ഇടപെടാം, തീർച്ചയായിട്ടും. മൗലികാവകാശ ലംഘനം, ഭരണഘടനാ വിരുദ്ധത എന്നിവയുടെ പേരിൽ പരിശോധിക്കാം. ജുഡീഷ്യൽ റിവ്യൂ അധികാരമുണ്ടല്ലോ, കോടതിക്ക് ഇടപെടാം. അങ്ങനെ ഇടപെട്ട് റദ്ദാക്കാം. ഭരണഘടനയ്ക്ക് നിരക്കുന്നതല്ലെങ്കിൽ റദ്ദാക്കാം. തിരിച്ചുണ്ട്. എക്സിക്യൂട്ടീവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ച് ഭരണഘടനയുടെ ഭാഗം 5 ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ കേന്ദ്ര എക്സിക്യൂട്ടീവിനെ കുറിച്ചും 153 മുതൽ 167 വരെ സംസ്ഥാന എക്സിക്യൂട്ടീവിനെ കുറിച്ചും വിശദീകരിക്കുന്നുണ്ട്. ഭരണഘടന നിർവചിക്കുന്നുണ്ട് അതിൻ്റെ അധികാരങ്ങൾ, കർത്തവ്യങ്ങൾ ഒക്കെ അതിൽ നിർവചിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റെയും കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെയും കാര്യമെടുത്താൽ രണ്ടും തമ്മിൽ ചില കാര്യങ്ങളിൽ സമാനതയുണ്ട്, പല കാര്യങ്ങളിലും വ്യത്യാസവുമുണ്ട്. ഇപ്പോൾ പ്രസിഡൻ്റാണ് കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ ഹെഡ്, സംസ്ഥാന എക്സിക്യൂട്ടീവിൻ്റേത് ഗവർണറാണ്. കേന്ദ്ര എക്സിക്യൂട്ടീവ് പ്രസിഡന്റിൻ്റെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. ഈ പ്രസിഡന്റിനും ഗവർണർക്കും തമ്മിൽ നോക്കുമ്പോഴും വ്യത്യാസങ്ങളുണ്ട്. പ്രസിഡന്റ് കേന്ദ്ര എക്സിക്യൂട്ടീവിൻ്റെ സർക്കാരിൻ്റെ ഉപദേശപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത്. കുറച്ചുകൂടി വിപുലമായിട്ടുള്ള വിവേചനാധികാരങ്ങൾ ഗവർണർമാർക്ക് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. പ്രസിഡന്റിനോട് മാത്രമേ ഗവർണർക്ക് ഉത്തരവാദിത്തമുള്ളൂ. ഗവർണറെ നീക്കം ചെയ്യാനും പ്രസിഡന്റിന് മാത്രമേ പറ്റൂ. പ്രസിഡന്റിനെ പാർലമെന്റിന് ഇംപീച്ച് ചെയ്യാം, പക്ഷേ ഗവർണറെ നീക്കം ചെയ്യാൻ പ്രസിഡന്റിന് മാത്രമേ പറ്റൂ. അധികാരമില്ല. അപ്പോൾ പിന്നെ പല കാര്യങ്ങളിലും കുറച്ചുകൂടി വിവേചനാധികാരം ഉണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ഉണ്ടാക്കാൻ, ഗവൺമെൻറ് ഫോർമേഷന് ക്ഷണിക്കുന്നതിൽ ഒക്കെ വിവേചനാധികാരങ്ങളുണ്ട്. അത് ദൈനംദിനമെന്നോണം വിവാദ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയുമാണ്. ഭൂരിപക്ഷം നിർണയിക്കുന്ന രീതി ഇടക്കാലത്ത് രാജ്ഭവനിൽ കൊണ്ടുവന്ന്, ഇടക്കാലത്തല്ല അടുത്ത കാലത്ത് മഹാരാഷ്ട്രയിലുണ്ടായെന്ന് തോന്നുന്നു, രാജ്ഭവനിൽ കൊണ്ടുവന്നിട്ട് എണ്ണം നോക്കിയിട്ട്, തലയെണ്ണി നോക്കിയിട്ടൊക്കെ ഭൂരിപക്ഷം നിശ്ചയിക്കുന്ന പ്രാകൃതമായിട്ടുള്ള രീതി ഉണ്ടായിരുന്നു. പക്ഷേ സുപ്രീം കോടതിയുടെ ഒരു വിധിയുണ്ട്. സുപ്രീം കോടതി വിധി പറഞ്ഞിട്ടത് നിയമസഭാ വേദിയിലല്ലാതെ മറ്റൊരിടത്തും ഭൂരിപക്ഷം നിർണ്ണയിക്കാൻ പാടില്ല എന്നതാണ്. നിയമസഭാ വേദിയിൽ തന്നെ വേണം ഭൂരിപക്ഷം നിർണ്ണയിക്കാൻ എന്നത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓർഡിനൻസ് അധികാരം എക്സിക്യൂട്ടീവിൻ്റെ അധികാരമാണ്. ആർട്ടിക്കിൾ 213 പ്രകാരം അടിയന്തര സാഹചര്യത്തിൽ ഓർഡിനൻസുകൾ പ്രൊമുൾഗേറ്റ് ചെയ്യാനുള്ള അധികാരം എക്സിക്യൂട്ടീവിനുണ്ട്. സഭ സമ്മേളിച്ച് 6 ആഴ്ചയ്ക്കുള്ളിൽ നിയമമാക്കണം എന്നേ ഉള്ളൂ. അതിനർത്ഥം 6 ആഴ്ച കഴിഞ്ഞാൽ ഓർഡിനൻസ് ലാപ്സാവും എന്നതാണ്. നമുക്കെല്ലാവർക്കും പ്രാഥമികമായിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഈ ഓർഡിനൻസ് സംബന്ധിച്ചെല്ലാമുള്ള അധികാരങ്ങൾ. അപ്പോൾ എക്സിക്യൂട്ടീവിന് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിയമസഭ വഴിയാണ്. എക്സിക്യൂട്ടീവ് നിയമസഭയോട് അക്കൗണ്ടബിളാണ്, അതുവഴി ജനങ്ങളോട്. കാരണം ജനപ്രതിനിധി സഭയാണല്ലോ നിയമസഭ എന്നത്. അതുവഴി ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ഒരു സംവിധാനമാണ് എക്സിക്യൂട്ടീവ് എന്നത്. അപ്പം ആ ഉത്തരവാദിത്വം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം അക്കൗണ്ടബിലിറ്റി പ്രകടിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അതിന് നിർബന്ധിതമാക്കുന്ന
ഈ പാർലമെൻ്ററി ഇൻസ്ട്രുമെൻസ് ആണ് ക്വസ്റ്റ്യൻ അവർ എന്നൊക്കെ പറയുന്നത്. അവിശ്വാസ പ്രമേയം, ഇപ്പോൾ സഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ട ഗവൺമെൻറ്റിന് തുടരാൻ പറ്റില്ലല്ലോ. സഭയുടെ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതാണ് എക്സിക്യൂട്ടീവിൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ. ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ ഉള്ള അധികാരത്തെക്കുറിച്ച് കൂടി പരാമർശിച്ച് പോകേണ്ടതുണ്ട്. ആർട്ടിക്കിൾ 356 പ്രകാരമുള്ള ഗവർണറുടെ റിപ്പോർട്ട് പ്രകാരമോ അല്ലാതെയോ പിരിച്ചുവിടാനുള്ള അധികാരം വ്യാപകമായിട്ട് ഇന്ത്യയിൽ ദുരുപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു അധികാരമാണ്. കേരളത്തിൽ തന്നെ 59-ലുണ്ടായി. 65-ലെ തിരഞ്ഞെടുപ്പിന് ശേഷം MLA-മാർക്ക് ex-MLA-മാരാവാൻ പോലും പറ്റിയില്ല. കാരണം നിയമസഭ കൂടുന്നതിന് മുമ്പ് തന്നെ പിരിച്ചുവിടുന്ന സ്ഥിതി 1965-ൽ ഉണ്ടായിട്ടുണ്ട്. അതെ, ജനവിധി, ജനഹിതം, ഇതൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ ഒരു ആർബിട്രറി ആക്ഷനിലൂടെ എങ്ങനെയാണ് ഇല്ലാതാക്കപ്പെടുന്നത് എന്ന് നമ്മൾ കാണുകയാണ്. അത് ഇന്ന് വേറൊരു തരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ജനവിധി എന്തായാലും ആ ജനവിധിക്കെതിരായ ഗവൺമെൻറ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതും ഒരു പതിവായിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത കാലത്ത് പല സംസ്ഥാനങ്ങളിലുണ്ടായ അനുഭവം, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലല്ല, അതിനു മുമ്പ് കർണാടകയിൽ, അതിനു മുമ്പ് ഗോവയിൽ, മണിപ്പൂരിൽ, മധ്യപ്രദേശിൽ, മഹാരാഷ്ട്രയിൽ ജനവിധി ആർക്കാണ് എന്നുള്ളത് പ്രശ്നമല്ല. ആ ജനവിധിക്ക് നേരെ വിപരീതമായ, ജനവിധി എതിരായ ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു സംവിധാനം അധികാരത്തിൽ വരുന്നു എന്നതും ഈ പറഞ്ഞതുപോലെ ജനവിധിയെയും ജനഹിതത്തെയും അട്ടിമറിക്കലാണ്. ആർട്ടിക്കിൾ 356-ൻ്റെ ദുരുപയോഗവും ജനവിധിയെയും ജനഹിതത്തെയും അട്ടിമറിക്കലാണ്. അപ്പം ഈ നിലയിൽ ഉള്ള അമിതാധികാര പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള പഴുതുകൾ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. പല നിലയിൽ അത്തരം പഴുതുകൾ നിലനിൽക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഈ എക്സിക്യൂട്ടീവിൻ്റെ കാര്യം പറയുമ്പോൾ പ്രധാനപ്പെട്ട ഒന്നാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള ചർച്ച. കാരണം ഇന്ത്യയുടെ ഒരു പ്രത്യേകത നേരത്തെ പറഞ്ഞല്ലോ, ഫെഡറൽ സ്വഭാവമുള്ള രാജ്യമാണ്. യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ് ഇന്ത്യ, സംസ്ഥാനങ്ങളുടെ യൂണിയനാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾക്ക് വളരെ സവിശേഷമായിട്ടുള്ള അധികാരങ്ങളുണ്ട്, സാമ്പത്തിക അധികാരങ്ങളുണ്ട്, അതുപോലെ തന്നെ ചുമതലകളുണ്ട്. അത് ഈ അധികാര വിഭജനത്തിൻ്റെ പ്രശ്നം, ഇപ്പോൾ വിവിധ ഭരണഘടനാ വിഭാഗങ്ങൾ, സ്റ്റേറ്റ് ഓർഗൻസ് തമ്മിലുള്ള, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി തമ്മിലുള്ള അധികാര വിഭജനത്തിൻ്റെയും അധികാര സന്തുലനത്തിൻ്റെയും പ്രശ്നം പോലെ ഗൗരവപ്പെട്ടൊരു പ്രശ്നമാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര വിഭജനത്തിൻ്റെയും ഈ അധികാര സന്തുലനത്തിൻ്റെയും പ്രശ്നം എന്നത്. ഇന്ത്യ വിഭാവനം ചെയ്തിട്ടുള്ളത് ശക്തമായ കേന്ദ്രവും ശക്തമായ സംസ്ഥാനങ്ങളുമാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള പ്രവണത സംസ്ഥാനങ്ങൾ ദുർബലപ്പെടുന്നു എന്നതാണ്. സംസ്ഥാനങ്ങൾ ദുർബലപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള അവസാനം പറയാം ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണം എന്ന തത്വത്തിൽ വെള്ളം ചേർക്കപ്പെടുകയുണ്ടായി. കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളുണ്ടായി. ഭാഷാടിസ്ഥാനത്തിലാണ് 56-ൽ സംസ്ഥാന രൂപീകരണം നടന്നത്. പക്ഷേ പിന്നീട് ആ തത്വം ലംഘിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ വിഭജിച്ചു. ഇപ്പോൾ ബീഹാർ വിഭജിച്ച് ജാർഖണ്ഡ് ഉണ്ടായി, മധ്യപ്രദേശ് വിഭജിച്ച് ഛത്തീസ്ഗഡ് ഉണ്ടായി, UP വിഭജിച്ച് ഉത്തരാഖണ്ഡ് ഉണ്ടായി, ഒടുവിൽ ആന്ധ്ര വിഭജിച്ച് തെലങ്കാന ഉണ്ടായി, കാശ്മീർ 3ആയിട്ട്, പിന്നെ സംസ്ഥാനമല്ല 3 കേന്ദ്രഭരണ പ്രദേശങ്ങളായി. അപ്പോൾ സംഭവിക്കുന്നത് എന്താ? സംസ്ഥാനങ്ങൾ ചെറുതാവുമ്പോൾ സ്വാഭാവികമായും കുറച്ചുകൂടി ദുർബലമാവും, കേന്ദ്രത്തോടുള്ള ആശ്രിതത്വം കൂടും. ചെറിയ സംസ്ഥാനങ്ങളാവുമ്പോൾ കേന്ദ്രത്തോടുള്ള ആശ്രിതത്വം കൂടും. അത് ഈ അധികാര സന്തുലനത്തെ, കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അധികാര സന്തുലനത്തെ ബാധിക്കുന്നു. ധാരാളം കമ്മീഷനുകൾ വളരെ ആഴത്തിൽ പഠിച്ചിട്ടുള്ളൊരു വിഷയമാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ. സർക്കാരിയ കമ്മീഷനാണ് ഇതിൽ, കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് ഏറ്റവും ആധികാരികവും സമഗ്രവുമായിട്ട് കണക്കാക്കപ്പെടുന്നത്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സമഗ്രമായ പൊളിച്ചെഴുത്ത് നിർദ്ദേശിച്ചിട്ടുള്ളതാണ് സർക്കാരിയ കമ്മീഷൻ്റെ ശുപാർശ. അതേപോലെ തന്നെ പ്രശ്നം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ ഈ സാമ്പത്തിക വിഭവങ്ങളുടെ വിഭജനം സംബന്ധിച്ചാണ്. ഇപ്പോൾ ടാക്സിൻ്റെ 1/3 സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത്. എന്നാൽ മൊത്തം ചെലവിൻ്റെ 60% നിർവഹിക്കേണ്ടി വരുന്നത്, ഇന്ത്യയിലെ ഗവൺമെൻറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ 60% നിർവഹിക്കേണ്ടി വരുന്നത് സംസ്ഥാനങ്ങളാണ്. പക്ഷേ മൊത്തം നികുതി വരുമാനത്തിൻ്റെ 1/3 സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. ഈ അസന്തുലനം നിലനിൽക്കുന്നുണ്ട്.
ഇപ്പോഴാണെങ്കിൽ കൂടുതൽ ഇപ്പോൾ ക്രമസമാധാനം സംസ്ഥാന വിഷയമാണ്. പക്ഷേ ക്രമസമാധാനത്തിലും NIA പോലുള്ള ഏജൻസികൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോ അംഗീകാരമോ ഇല്ലാതെ ഇടപെടാം എന്ന സ്ഥിതിയുണ്ട്. അടുത്ത കാലത്ത് വന്ന ചില ഭേദഗതികൾ എല്ലാം അത് കാണിക്കുന്നു. ഇതും ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ കാണേണ്ടതാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. അവസാനമായിട്ട് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഒരു സവിശേഷത. നിഷ്പക്ഷവും സ്വതന്ത്രവുമായ ജുഡീഷ്യറി എന്ന സങ്കല്പം ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്നു. ജുഡീഷ്യറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല എന്നത് മൗലികാവകാശങ്ങളുടെ സംരക്ഷണമാണ്. മൗലികാവകാശങ്ങളുടെ കാര്യത്തിൽ അവസാന വാക്ക് ജുഡീഷ്യറിയാണ്. നിയമങ്ങളുടെ ഭരണഘടനാപരമായ സാധുത പരിശോധിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കുള്ളതാണ്. ഇപ്പോൾ നിയമ വ്യാഖ്യാനം അത് ഭരണഘടനയ്ക്കും മൗലികാവകാശങ്ങൾക്കും നിരക്കുന്നതാണോ എന്ന വ്യാഖ്യാനം നൽകുന്നത് ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോഴും ചില പരിമിതികളുണ്ട്. നിയമനം ഇപ്പോഴും നടത്തുന്ന എക്സിക്യൂട്ടീവാണ്. അപ്പോൾ അത്തരത്തിലുള്ള ചില പരിമിതികൾ ജുഡീഷ്യറിയിലെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടുണ്ട്. എക്സിക്യൂട്ടീവിനും അവിടെ ഇടപെടാനുള്ള അവകാശങ്ങളുണ്ട്. അതിനെ ചൊല്ലിയൊക്കെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വിവാദങ്ങൾ നമ്മൾ ഓർമ്മിച്ചാൽ മതി, ഞാൻ പറയുന്നില്ല, ഓർക്കാം. അതെ, കൊളീജിയം നിയമനം, കൊളീജിയൻ ശുപാർശകൾ പലപ്പോഴും പിടിച്ചു വയ്ക്കുന്നത്, ശുപാർശ ചെയ്ത ലിസ്റ്റിലെ ചിലരെ മാത്രം തിരഞ്ഞുപിടിച്ച് നിയമിക്കുന്നത്, ചിലർക്ക് നിയമനം അംഗീകരിക്കാതിരിക്കുന്നത്, ഇങ്ങനെയുള്ള ഇടപെടലുകളെല്ലാം അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട്. അതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യറി നിഷ്പക്ഷവും സ്വതന്ത്രവുമാണ് എന്ന് പറയുമ്പോൾ തന്നെ, സ്വതന്ത്രമാണ് എന്ന് പറയുമ്പോൾ തന്നെ നിയമനം സ്വതന്ത്രമല്ല, പൂർണ്ണമായും സ്വതന്ത്രമല്ല എന്ന് കാണണം. ഇപ്പോൾ കൊളീജിയം ശുപാർശയിൽ പേരൊന്നും ഞാൻ പറയുന്നില്ല, 4 ആളുടെ പേര് ശുപാർശ ചെയ്തു, ഒരാളെ മാത്രം ഒഴിവാക്കിയ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള കേസാണ്. വീണ്ടും ശുപാർശ ചെയ്തു, വീണ്ടും അതൊഴിവാക്കി വേറെ പലരെയും അംഗീകരിച്ചു. അത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് എക്സിക്യൂട്ടീവിൻ്റെ ഇടപെടലിനെയാണ് കാണിക്കുന്നത്. ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ്സിലുള്ള ഇടപെടലിനെ കുറിച്ചാണ്. കൊളീജിയം സിസ്റ്റത്തിനെതിരെയും വിമർശനമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പലർക്കും തോന്നുന്നത് എന്നാൽ പിന്നെ കൊളീജിയം സിസ്റ്റമാണ് താരതമ്യേന ഭേദം എന്ന് തോന്നുന്ന നിലയിലുള്ള എക്സിക്യൂട്ടീവ് ഇടപെടലുകൾ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നാഷണൽ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ബില്ല് പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത സന്ദർഭം ഞാൻ ഓർമ്മിക്കുകയാണ്. അന്ന് വിമർശനം മുഴുവൻ കൊളീജിയത്തിനെതിരായിട്ടാണ് പ്രധാനമായും വന്നത്. കൊളീജിയം സിസ്റ്റത്തിൻ്റെ പരിമിതികളെക്കുറിച്ചാണ് അന്ന് ഉന്നയിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ ഗ്ലെയറിംഗ് ആയിട്ട് വരുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഇടപെടലുകളെ കുറിച്ചാണ്. ട്രാൻസ്ഫർ സംബന്ധിച്ചൊക്കെ വന്ന വിവാദങ്ങൾ ഓർക്കേണ്ടതാണ് ഈ സന്ദർഭത്തിൽ. ഈ ജുഡീഷ്യറിയുടെ അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്തുന്നതിലും ചില പരിമിതികൾ നമുക്ക് കാണാൻ പറ്റും. അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താവുന്ന ഏക മാർഗം എന്നിപ്പോൾ പറഞ്ഞാൽ അത് ഇംപീച്ച്മെൻ്റാണ്. പക്ഷേ ഇംപീച്ച്മെൻറ്റ് തന്നെ എത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്നും എത്ര സങ്കീർണമാണ് എന്നും ജസ്റ്റിസ് രാമസ്വാമിയുടെ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് തെളിയിച്ചിട്ടുണ്ട്. ആ പ്രൊസീജിയർ എത്രമാത്രം കോംപ്ലിക്കേറ്റഡ് ആണ് എന്നുള്ളത്. പിന്നീട് അതിനുശേഷം ഒരു ഇംപീച്ച്മെൻറ്റ് പ്രമേയം വന്നത് കൽക്കത്ത ഹൈക്കോടതിയിലെ ജഡ്ജി സൗമിത്ര സെന്നിൻ്റെ കാര്യത്തിൽ. അന്ന് ഞങ്ങളെല്ലാം രാജ്യസഭയിലാണ്, എനിക്ക് തോന്നുന്നു സീതാറാം യെച്ചൂരിയാണ് അത് അവതരിപ്പിച്ചതെന്ന് തോന്നുന്നു. അത് സീതാറാം യെച്ചൂരി അവതരിപ്പിക്കുകയും അരുൺ ജെയ്റ്റ്ലിയാണ് അന്ന് ഇവർ രണ്ടുപേരും പ്രസംഗിച്ചു തുറക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം അന്ന് ലോക്സഭയിൽ നിന്ന് പോയി രാജ്യസഭാ ഗാലറിയിലിരുന്ന് ആ ഇംപീച്ച്മെൻറ്റ് പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന് സാക്ഷ്യം വഹിക്കുകയുണ്ടായി. പക്ഷേ ഇംപീച്ച്മെൻറ്റ് നടപടികളിലേക്ക് അത് കടന്നില്ല. അപ്പോൾ ഇംപീച്ച്മെൻറ്റ് ഒഴിച്ചാൽ മറ്റ് കാര്യമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉറപ്പുവരുത്താനുള്ള വ്യവസ്ഥകൾ ജുഡീഷ്യറിയുടെ കാര്യത്തിലില്ല എന്നത് ഒരു പരിമിതിയാണ്. നിയമവ്യാഖ്യാനം ആണ് കോടതികൾ നടത്തുന്നത്. നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്ന നിയമത്തിൻ്റെ വ്യാഖ്യാനം എന്ന് പറയുമ്പോൾ തന്നെ വ്യാഖ്യാനം പലപ്പോഴും നിയമത്തിൻ്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. നിയമനിർമ്മാണ സഭ ഒരു നിയമം നിർമ്മിക്കുമ്പോൾ ചില ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള അത് ഉൾക്കൊള്ളാത്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടായ ചില സന്ദർഭങ്ങളുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നിയമനിർമ്മാണ സഭ അതിനെ തിരുത്തിയിട്ടുമുണ്ട്. അങ്ങനെ തിരുത്താനുള്ള അവകാശം നിയമനിർമ്മാണ സഭയ്ക്കുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ തന്നെ അനുഭവത്തിൽ 1959 കേരള കാർഷിക കടാശ്വാസ നിയമം നിയമസഭ പാസ്സാക്കി. പക്ഷെ അതിൽ ചില വ്യവസ്ഥകളെ
കോടതി വ്യാഖ്യാനിച്ചത് ശരിയായ രീതിയിലല്ല എന്ന പൊതുവായിട്ടുള്ളൊരു വികാരം ഉയർന്നു വരികയുണ്ടായി. ആ വ്യാഖ്യാനത്തെ തുടർന്ന് നിയമസഭ വീണ്ടും ചേർന്ന് ഭേദഗതി വരുത്തുകയുണ്ടായി. കോടതി അങ്ങനെ വ്യാഖ്യാനിച്ച പശ്ചാത്തലത്തിൽ നിയമസഭ വീണ്ടും സഭ ഭേദഗതി ചെയ്ത് അത് പാസ്സാക്കി. ഈ ഉദ്ദേശ ലക്ഷ്യത്തിന് നിരക്കുന്ന തരത്തിൽ തന്നെ കോടതിയുടെ വ്യാഖ്യാനത്തെ മറികടക്കാൻ, വ്യാഖ്യാനത്തിലെ പിഴവ് തിരുത്തി പുതിയ നിയമം ഉണ്ടാക്കാനുള്ള അവകാശം നിയമനിർമ്മാണ സഭകൾക്ക് ഉള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 121 ആർട്ടിക്കിൾ 211 കോടതികൾക്ക് സംരക്ഷണം നൽകുന്നതാണ്. നമ്മൾ നമ്മുടെ സവിശേഷാധികാരങ്ങളെക്കുറിച്ച് പറഞ്ഞു. 194 ലഭ്യമാക്കുന്ന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ സവിശേഷാധികാരങ്ങളെ പോലെ തന്നെ അത് നിയമസഭയുടെ പ്രവർത്തനത്തിന് ആവശ്യമാണ് എങ്കിൽ കോടതിയിലെ പ്രവർത്തനത്തിന് നിഷ്പക്ഷമായ പ്രവർത്തനം ഉറപ്പുവരുത്താനുള്ള വ്യവസ്ഥ ആർട്ടിക്കിൾ 121 211 ആ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ജഡ്ജിമാരുടെ കണ്ടക്റ്റ് ചർച്ച ചെയ്യാൻ പാടില്ല എന്നത് ഭരണഘടന തന്നെ നിയമനിർമ്മാണ സഭകളിൽ ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കോടതി അലക്ഷ്യ നിയമം, നേരത്തെ പ്രിവിലേജസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് കോടതി അലക്ഷ്യ നിയമം കോടതികളുടെ നിഷ്പക്ഷവും സ്വതന്ത്രവുമായ പ്രവർത്തനത്തെ സഹായിക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ കോടതി അലക്ഷ്യ നിയമത്തെക്കുറിച്ചും ഇതേപോലെ വിമർശനമുണ്ട്. ഇപ്പോൾ പ്രിവിലേജിനെ സംബന്ധിച്ച് വിമർശനമുണ്ട്, സവിശേഷാധികാരത്തെക്കുറിച്ച്. അതുപോലെ കോടതി അലക്ഷ്യ നിയമം തുടരേണ്ടതുണ്ടോ? ഇന്നത്തെ ഈ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനുമനുസരിച്ച് കോടതി അലക്ഷ്യ നിയമം ഇതുപോലെ നിലനിർത്തുന്നത് ഉചിതമാണോ എന്ന ശക്തമായിട്ടുള്ള സംവാദങ്ങൾ ഉയർന്നു വരികയുണ്ടായിട്ടുണ്ട്. പലപ്പോഴും കോടതി അലക്ഷ്യ നിയമത്തിൻ്റെ ഉപയോഗത്തെ സംബന്ധിച്ചും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കോടതികളും വിമർശനത്തിന് വിധേയരാവേണ്ടതല്ലേ? കോടതികൾ വിമർശനത്തിന് അതീതമാണോ എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ചർച്ചകളും അടുത്ത കാലത്തായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങൾ, ചുമതലകളുണ്ട്. എന്നാൽ ഈ അധികാര വിഭജനം വളരെ ഇടുങ്ങിയ വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെൻറ്റ് പോലുള്ള അധികാര വിഭജനവുമല്ല. പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓവർലാപ്പ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ട്രൈബ്യൂണൽസ്, അതുപോലുള്ള അർദ്ധ ജുഡീഷ്യൽ സംവിധാനങ്ങൾ അതൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്, പക്ഷേ ജുഡീഷ്യൽ ഫങ്ഷൻസാണ് അത് നിർവഹിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ്, പക്ഷേ ജുഡീഷ്യൽ ഫങ്ഷൻസാണ് അത് നിർവഹിക്കുന്നത്. ഇപ്പോൾ ലെജിസ്ലേച്ചർ തന്നെ ചിലപ്പോൾ ജുഡീഷ്യൽ ഫങ്ഷൻസ് നിർവഹിക്കാറുണ്ട്. ഇപ്പോൾ പ്രിവിലേജ് സംബന്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശിക്ഷിക്കാനുള്ള അവകാശമുണ്ട് ലെജിസ്ലേച്ചറിന്. അപ്പോൾ ഒരു ജുഡീഷ്യൽ ഫങ്ഷനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇംപീച്ച്മെൻറ്റ് യഥാർത്ഥത്തിൽ ഒരു ജുഡീഷ്യൽ ഫങ്ഷനാണ്. ലെജിസ്ലേച്ചറും അങ്ങനെ ചെയ്യാറുണ്ട്. അതുപോലെ ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റിൽ എക്സിക്യൂട്ടീവ് ഇടപെടുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ ഫങ്ഷണൽ ഓവർലാപ്പാണ്. അപ്പോൾ അധികാര വിഭജനമുണ്ട്, എന്നാൽ ഫങ്ഷണൽ ഓവർലാപ്പും നമുക്ക് കാണാൻ കഴിയും. വളരെ ഇടുങ്ങിയ, വളരെ സ്ട്രിക്റ്റായ, വെള്ളം കടക്കാത്ത അറകളല്ല ഇത് മൂന്നും. പക്ഷേ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ചുമതലകളും അധികാരങ്ങളുമുണ്ട്. അത് ലംഘിക്കപ്പെടുമ്പോൾ ജനാധിപത്യത്തിൻ്റെ കാര്യക്ഷമമായ, സുഗമമായിട്ടുള്ള പ്രവർത്തനത്തെ ഇത് ബാധിക്കും. ഇപ്പോൾ ലെജിസ്ലേച്ചറിൻ്റെ കാര്യത്തിലുള്ള കോടതിയുടെ ഇടപെടൽ ഉണ്ടായ 2 സന്ദർഭങ്ങൾ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കാവുന്നതാണ്. അതിലൊന്ന് ജാർഖണ്ഡ് നിയമസഭയിലെ ഭൂരിപക്ഷം സംബന്ധിച്ച ഒരു പ്രശ്നം ഉയർന്നു വന്നു. അപ്പോൾ ഭൂരിപക്ഷം നിർണയിക്കാൻ സഭ ചേരണം എന്ന് കോടതി നിർദ്ദേശിക്കുകയാണ്. ഇന്ന ദിവസം സഭ ചേരണം, ഇത്ര മണിക്ക് സഭാ നടപടികൾ ആരംഭിക്കണം, സഭയുടെ അജണ്ട എന്തായിരിക്കണം, ഇത് മാത്രമേ എടുക്കാവൂ, വേറൊന്നും പാടില്ല. അപ്പോൾ അജണ്ട എന്തായിരിക്കണം എന്ന് കോടതി നിർദ്ദേശിക്കുകയാണ്. മാത്രമല്ല അതും കടന്ന് ഒരു പടി കൂടി മുന്നോട്ട് പോയിട്ട് കോടതി പറഞ്ഞു, സഭാ നടപടികൾ മുഴുവൻ വീഡിയോ റെക്കോർഡ് ചെയ്ത് ലഭ്യമാക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പോൾ ടെലികാസ്റ്റ് അല്ല, ഇത് പ്രത്യേകമായി റെക്കോർഡ് ചെയ്ത് ആ വീഡിയോ ലഭ്യമാക്കണം. അത് വലിയ വിമർശനം അന്ന് ഉയർത്തിയതാണ്. അങ്ങനെ കോടതിക്ക് അതിനുള്ള അധികാരമില്ല. സഭയുടെ അജണ്ട എന്തായിരിക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരമില്ല. സഭ എപ്പോൾ ചേരണം ഇതൊന്നും തീരുമാനിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നുള്ള പ്രശ്നം അന്ന് ഉയർന്നു വന്നു. അതുപോലൊരു ഏറ്റുമുട്ടലുണ്ടായ സന്ദർഭമായിരുന്നു സോംനാഥ് ചാറ്റർജി സ്പീക്കറായിരുന്ന സമയത്ത്. ഈ ചോദ്യക്കോഴ പ്രശ്നം വന്നല്ലോ. 11 MP-മാരെ
ചോദ്യം ചോദിക്കാൻ കോഴ വാങ്ങിയതിന് സ്പീക്കർ അയോഗ്യനാക്കി. അയോഗ്യനാക്കൽ വേറൊരു തരത്തിൽ പറഞ്ഞ ജുഡീഷ്യൽ ഒരു അധികാരമാണ്. അതാണ് ഓവർലാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് ഒരു അംഗത്തെ അയോഗ്യനാക്കുക പറഞ്ഞ ജുഡീഷ്യൽ അധികാരം ഉപയോഗിക്കലാണത്. അതിനുള്ള അവകാശമുണ്ട്. അപ്പം അതിനെതിരെ സുപ്രീം കോടതിയിൽ ഈ അംഗങ്ങൾ പോയി. സുപ്രീം കോടതി സോംനാഥ് ചാറ്റർജിക്ക് നോട്ടീസ് അയച്ചു. സോംനാഥ് ചാറ്റർജി ശക്തമായ നിലപാടെടുത്ത് നോട്ടീസ് കൈപ്പറ്റാൻ തയ്യാറായില്ല. കോടതിക്ക് സ്പീക്കർക്ക് നോട്ടീസ് അയക്കാനുള്ള അധികാരമില്ലെന്ന് പറഞ്ഞു. കാരണം ഇത് സഭയുടെ നടപടിക്രമമാണ്. സഭാ നടപടിക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അംഗങ്ങളെ അയോഗ്യരാക്കിയത്. സഭയിൽ ചോദ്യം ചോദിക്കാൻ കോഴ വാങ്ങിയതിൻ്റെ പേരിലാണ് അയോഗ്യനാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്പീക്കർക്ക് നോട്ടീസ് അയക്കാനുള്ള അവകാശമില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് കൈപ്പറ്റാൻ തന്നെ വിസമ്മതിച്ചു സോംനാഥ് ചാറ്റർജി. അങ്ങനെ അത്തരം ധാരാളം വിവാദങ്ങൾ, ഏറ്റുമുട്ടലുകൾ, സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ സംഘർഷങ്ങളിലൂടെയെല്ലാമാണ് കഴിഞ്ഞ ഏതാണ്ട് 75 വർഷത്തോളമായി ഭരണഘടന നിലവിൽ വന്ന ശേഷം നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യം മുന്നോട്ട് പോയിട്ടുള്ളത്. പക്ഷേ ഈ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഉരസലുകളും എല്ലാം ഉണ്ടാവുമ്പോഴും പൊതുവിൽ അധികാര വിഭജനം, അധികാര സന്തുലനം എന്നിവ പാലിക്കാൻ കൂടി കഴിഞ്ഞതുകൊണ്ടാണ് പാർലമെൻ്ററി ജനാധിപത്യം അതിൻ്റെ എല്ലാ പരിമിതികളോടെയും ഇന്നത്തെ നിലയിൽ നമുക്ക് നിലനിൽക്കുന്നത്. ആ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ നിലനിൽപ്പാണ് ഇന്ത്യ എന്ന രാഷ്ട്രത്തെ 3/4 നൂറ്റാണ്ട് നിലനിൽക്കാനും സഹായിച്ചിട്ടുള്ളത്. നമ്മൾ ഓർമ്മിക്കേണ്ടത്, തൊട്ടപ്പുറത്ത് ഇന്ത്യക്കൊപ്പം നിലവിൽ വന്ന രാജ്യത്തിന് പാകിസ്ഥാന് ഒന്നായിട്ട് നിൽക്കാനായില്ല. അത് രണ്ടായി മാറി. പാർലമെൻ്ററി ജനാധിപത്യം ശക്തമല്ലാത്ത, ഒപ്പം മതനിരപേക്ഷതയും, ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട കാര്യം. പാർലമെൻ്ററി ജനാധിപത്യവും മതനിരപേക്ഷതയും പരസ്പര പൂരകമാണ്. പാർലമെൻ്ററി ജനാധിപത്യവും മതനിരപേക്ഷതയും ഇല്ലാത്ത രാജ്യങ്ങളുടെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ തന്നെ നമ്മളിതിനെ കാണേണ്ടത് കേവലം നിയമനിർമ്മാണ സഭകളും അതുപോലെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും തമ്മിലുള്ള അധികാര അതിർവരമ്പുകളുടെ ഒരു വിഷയമെന്ന നിലയല്ല, കുറച്ചുകൂടി ലാർജറായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിൽ നമുക്കിതിനെ കാണാൻ കഴിയണം. ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ തന്നെ നിലനിൽപ്പിൻ്റെ ആധാരശിലയാണ് പാർലമെൻ്ററി ജനാധിപത്യവും അതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സവിശേഷമായ അധികാരങ്ങളും ചുമതലകളും. ഇത്രയാണ് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് സമയം ചോദ്യം ചോദിക്കാം. ഒരു 50 മിനിറ്റിൽ നിർത്തിയിട്ടുണ്ട്. അനിശ്ചിതമായി വോട്ട് ചെയ്യാനുള്ള അധികാരം ഗവർണർക്ക് നൽകുന്നു. അത് നിയമപരമായി അങ്ങനെ ഒരു അധികാരം ഗവർണർക്ക് നൽകിയിട്ടില്ല. എന്നാൽ ഇത്ര സമയത്തിനുള്ളിൽ നടപടി എടുക്കണമെന്ന് വ്യവസ്ഥ ചെയ്തിട്ടില്ല. അതിൽ ചില കാര്യങ്ങളിൽ ഭരണഘടനയിലെ ചില ഗ്രേ ഏരിയാസ് ഉണ്ട്, അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ പഴുതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ തെലങ്കാനയോ മറ്റോ പോയിട്ടുണ്ട് അല്ലേ? തെലങ്കാന പോയിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ജുഡീഷ്യറിക്കും ലെജിസ്ലേച്ചറിനും പ്രത്യേക അധികാരം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ജുഡീഷ്യറിയാണോ മുമ്പിൽ നിൽക്കുന്നത്, നമ്മുടെ ലെജിസ്ലേച്ചറാണോ മുമ്പിൽ നിൽക്കുന്നത്? ആർക്കാണ് ഹെജിമണി? യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ചോദ്യം ഇല്ല, പാടില്ല എന്നുള്ളതാണ്. കാരണം ഭരണഘടന അങ്ങനെ വിഭാവനം ചെയ്യുന്നില്ല. ഭരണഘടന 3നും അത് അല്ല, അതിനെയാണ്, ആ മനോഭാവത്തെ കൂടിയാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നതുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അതിൽ ഐ തിങ്ക് പാർലമെന്റ് ഈസ് സുപ്രീം. ഒരു ജനായത്ത സംവിധാനത്തിൽ പാർലമെന്റാണ് മേലെ. ഇപ്പോൾ ഷാബാനു ബീഗം കേസിൽ സുപ്രീം കോടതി വിധി വന്നു. അതിനെ മറികടക്കത്തക്ക വിധത്തിൽ അതിൻ്റെ പഴുതുകൾ അടച്ചുകൊണ്ട് മുസ്ലിം വിമൻസ് പ്രൊട്ടക്ഷൻ റൈറ്റ്സ് ഓൺ ഡൈവോഴ്സ് എന്ന് പറഞ്ഞൊരു ആക്ട് 1986 ആക്ട് പാർലമെന്റ് പാസ്സാക്കി. അപ്പോൾ സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാടിനെ മറികടക്കുന്ന നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരമുണ്ട്. എന്നാൽ അതേ അനുഭവം കേരളത്തിൽ നമ്മളിവിടെ ഈ 2 മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞ നിയമസഭ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു ഇത് കോടതി വിധിയെ മറികടക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നിയമമായതുകൊണ്ട് അത് പാടില്ല എന്നുകൊണ്ട് ഒരു നിരീക്ഷണം നടത്തിയപ്പോഴേക്ക് നമ്മളത് വിഡ്രോ ചെയ്തു. ഒരു ആരോഗ്യകരമായ സംഗതി എന്നുള്ളത്. അപ്പം ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പീനിയൻ പാർലമെന്റാണ് സുപ്രീം എന്ന് തന്നെയാണ്, ഒരു ജനായത്ത സംവിധാനം. അങ്ങനെ നമുക്ക് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം,
പാർലമെന്റ് പാസ്സാക്കിയ നിയമം ഭരണഘടനയ്ക്ക് അനുസൃതമല്ലെങ്കിൽ കോടതിക്കും റദ്ദാക്കാം. കോടതി റദ്ദാക്കിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനാണ് സുപ്രീം എന്നാണ് നിരീക്ഷണം ലേറ്റസ്റ്റ് വന്നത്. അതാണ് കുറച്ചുകൂടി നമുക്ക് പറയാവുന്ന ഒരു അല്ല സുപ്രീം എന്ന് പറഞ്ഞാലേ കോൺസ്റ്റിറ്റ്യൂഷനും അല്ല, ജനങ്ങളാണ്. അതുകൊണ്ടാണല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞു തുടങ്ങുന്നത്. ഞാൻ വേറൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ ഇവിടെ മിനിസ്റ്റർ നേരത്തെ പറഞ്ഞപ്പോൾ അതിൽ ഈ കേശവ് സിംഗ് കേസ് പറഞ്ഞു. ഈ കേശവ് സിംഗ് കേസാണോ കേശവ് സിംഗ് കേസാ? കേശവാനന്ദ ഭാരതി കേസ് മറ്റേ ബേസിക് സ്ട്രക്ചറാണ്. ബേസിക് സ്ട്രക്ചറിന് എതിരായിട്ടുള്ള അമെൻമെന്റ് പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അത് പിന്നീട് കോടതി റദ്ദാക്കി പാസ്സാക്കിയ നിയമം. ഈ ആർട്ടിക്കിൾ 296 പരിധിയിൽ വരുന്നത് ഏത് രീതിയിലാണ് അത് വ്യാഖ്യാനിക്കപ്പെട്ടത്? അതായത് അത് ഞാൻ പറഞ്ഞു, കോടതിയുടെ വ്യാഖ്യാനം എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 226 ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണ്. അതിൽ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന് നിർവചിക്കുന്നുണ്ട്. സ്റ്റേറ്റിനെതിരെയും റിട്ട് അധികാരം ഉപയോഗിക്കാം. അപ്പോൾ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റ് എന്ന നിർവചനത്തിൽ നിയമസഭ കൂടി ഉൾപ്പെടും. അതുകൊണ്ട് ആർട്ടിക്കിൾ 226 പരിധിയിൽ നിയമസഭയും ഉൾപ്പെടും എന്നതാണ് കേശവ് സിംഗ് കേസിൽ സുപ്രീം കോടതി പറഞ്ഞത്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഭരണഘടനയുടെ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയങ്ങളിൽ പാർലമെന്റിന് നിയമം പാസ്സാക്കാം, സംസ്ഥാനത്തിന് നിയമം പാസ്സാക്കാം. ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഇഷ്യൂവിൽ കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു ലോസ് പാർലമെന്റ് പാസ്സാക്കിയത് നിൽക്കും. അതെ നമുക്കെല്ലാവർക്കും അറിയാം. രണ്ട് വിഷയം ഇപ്പോൾ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിലെ അപ്പോയിന്റ്മെന്റ് സുപ്രീം കോടതി ജഡ്ജസ് കൂടി വേണം എന്ന സുപ്രീം കോടതി വിധിയെ മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യൻ പാർലമെന്റ് അതിന്റെ മെജോറിറ്റിയിൽ അവർ നിയമം പാസ്സാക്കി. അതിന്റെ ഒരു ന്യായയുക്തി നമുക്കൊരു ന്യായയുക്തി കുറവാണ്, പക്ഷെ പൊളിറ്റിക്കൽ ഡിസിഷനാണ്. അതുപോലെ തന്നെ അന്ന് പറഞ്ഞ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് ആരാണ്? ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷന് വേണ്ടി നമ്മൾ മീൻസ് ഇന്നത്തെ ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷി ഉൾപ്പെടെ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷന് വേണ്ടി വാദിക്കുമ്പോൾ സത്യത്തിൽ കൊളീജിയം സിസ്റ്റത്തിൽ പോലും ഗുരുതരമായ വിഷയങ്ങളുണ്ട്. സപ്പോസ് ഇറ്റ് ഈസ് ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ, റിസർച്ച് പബ്ലിക് സർവീസ് കമ്മീഷൻ പോലെ ഏത് ഗവൺമെന്റ് ആണെങ്കിലും നമുക്കറിയാം, BSc മെമ്പേഴ്സ് ആരും നമുക്കറിയാം. ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ ആ നിലയിൽ പൊളിറ്റിക്കലൈസ് ചെയ്താൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് ഹൗ കൻ ഇറ്റ് ബി കെപ്റ്റ്? ഈ ചോദ്യത്തിൻ്റെ ഉത്ഭവം തന്നെ ഇന്ത്യൻ ജനാധിപത്യം ഇന്ന് അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നാണ്. അതിനെയാണ് കാണിക്കുന്നത്. അതാണ് ഞാനും പറഞ്ഞത്, നേരത്തെ കൊളീജിയം സിസ്റ്റത്തിനെതിരെ വലിയ വിമർശനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു സ്വതന്ത്ര നിയമന സംവിധാനം ഉണ്ടാവണം എന്ന വാദം വന്നത്. NJSC ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിച്ച നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ബില്ല് അവതരിപ്പിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് എന്നാൽ പിന്നെ കൊളീജിയം തന്നെ തുടരുന്നതാണ് തൽക്കാലം ഭേദം എന്നാണ്. അതെ, കൊളീജിയം സിസ്റ്റത്തിന് അതിൻ്റെ പരിമിതികളും പോരായ്മകളും എല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പോഴുള്ള പ്രശ്നം എക്സിക്യൂട്ടീവിൻ്റെ താല്പര്യങ്ങൾ അവിഹിതമായിട്ട് ഇതിൽ പ്രതിഫലിക്കുന്നു, അതിൽ ഇടപെടുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം നിയമനത്തിൽ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ കാര്യത്തിലും ഈ പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ എക്സിക്യൂട്ടീവ് അതിൻ്റെ ബില്ല് പാർലമെന്ററി ഭൂരിപക്ഷം ഉപയോഗിച്ച് നടപ്പാക്കുകയാണല്ലോ ചെയ്തത്. അത് ആണോ എന്ന് വെച്ചാൽ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു. ബഹുമാനപ്പെട്ട MLA തന്നെ അതിൻ്റെ ഉത്തരം പറഞ്ഞു. ഇതിനകത്ത് നമ്മൾ പലപ്പോഴും ഈ പ്രോട്ടോക്കോളിൻ്റെ അതൊരു തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ ജഡ്ജിമാർ അല്ലെങ്കിൽ MLA തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, അത് പലപ്പോഴും അവിടെ എന്തെങ്കിലും വ്യക്തമായ പ്രോട്ടോക്കോൾ ഉണ്ടോ? അത് ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഭരണഘടന ഒന്നും നിശ്ചയിക്കുന്നതല്ല. ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുണ്ട് ഓർഡർ ഓഫ് പ്രീസിഡൻസ് അല്ലേ, അതാണ്. അത് പ്രകാരം ഓരോരുത്തരെയും റാങ്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഇപ്പം അതല്ലേ ഈ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൽ വന്നത്. നേരത്തെ സുപ്രീം കോടതി ജഡ്ജിയുടെ തുല്യമായിട്ടുള്ള റാങ്കായിരുന്നു. ഇപ്പോൾ ക്യാബിനറ്റ് സെക്രട്ടറി റാങ്കിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത്, 2 പടി താഴത്തേക്ക് വന്നു എന്നതാണല്ലോ പ്രശ്നം. ഈ പ്രസിഡന്റിനെ പാർലമെന്റിനെ ഇംപീച്ച് ചെയ്യാം, പക്ഷെ ഗവർണർ പദവി തികച്ചും ഈ പാർലമെന്ററി ജനാധിപത്യത്തിൽ നോമിനികളായിട്ടാണ് നിശ്ചയിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴാണ് പല ഘട്ടത്തിലും ഈ വളയമില്ലാത്ത ചാട്ടം നടക്കുന്നത്. അപ്പോൾ അതിന് നിയമസഭകൾക്കോ അല്ലെങ്കിൽ പാർലമെന്റിനോ എങ്ങനെ നമുക്കതിനെ സമീപിക്കാൻ കഴിയുന്നില്ല. അതാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം.
ഒന്ന് രാജഗോപാലിന്റെ ഈ ചോദ്യമാണ് രാജ്യം മുഴുവൻ ചോദിക്കുന്നതും ചർച്ച ചെയ്യുന്നതും. രണ്ടാമത്തെ ഇവിടെ ഈ വിവാദം ഇപ്പം ലെജിസ്ലേച്ചറാണോ പിന്നെ ജുഡീഷ്യറി ആണോ, അതിനെതിരെയാണ് ഇപ്പോൾ തെലങ്കാന കോടതി പോയിട്ടുള്ളത്. അതെ കോടതി പോയി. ഈ ലെജിസ്ലേറ്ററാണോ ജുഡീഷ്യറി ആണോ എന്നുള്ള വിഷയം ശരിക്കത് ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. ചില കാര്യങ്ങൾ ഇപ്പം പ്രായോഗികമായിട്ട് പറയുന്നതിലുള്ളൂ. ചെമ്പരത്തിപ്പൂവിൻ്റെ ചുവപ്പോ കാരമുള്ളിൻ്റെ കുറുപ്പോ എന്ന് ചോദിക്കുന്ന പോലുള്ള ചോദ്യത്തിന് സമാനം എന്നാണ് തോന്നുന്നു എൻ്റെ ഒരു അഭിപ്രായം. അതിത്രേ പറയാൻ പറ്റൂ. നിയമം നിർമ്മിക്കാനും നയരൂപീകരണം നടത്താനും ധനകാര്യ നടപടികൾക്ക് അംഗീകാരം കൊടുക്കാനുമുള്ള എല്ലാത്തിൻ്റെയും മേൽനോട്ടം ലെജിസ്ലേച്ചറിനാണ്. അത് ലെജിസ്ലേച്ചറിനാണ്. ആ നിയമം വ്യാഖ്യാനിക്കാനുള്ള അധികാരം ജുഡീഷ്യറിക്കുമാണ്. അതെ, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചെക്സ് ആൻഡ് ബാലൻസസ് ആണ് എന്ന്. നിയമസഭകളെ ശാസിക്കാറില്ല, എക്സിക്യൂട്ടീവ് നടപടികളെ കോടതി തിരുത്താറുണ്ട്. തിരുത്തലാണ്, കോടതി തിരുത്തലാണ്. അതായത് നിയമവിരുദ്ധമാണ് നടപടിയെങ്കിൽ അത് തിരുത്തും. അതാണല്ലോ കോടതിയുടെ ജോലി. നമ്മുടെ പാർലമെൻറ്റിലും നിയമസഭയിലും സ്ത്രീ പ്രാതിനിധ്യം 33% കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നു. പാർലമെൻറ്റിൽ രാജ്യസഭ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2010 കൂടി തന്നെ രാജ്യസഭയിൽ ആ പ്രമേയം പാസ്സായിരിക്കും. എന്നാൽ ഇപ്പോൾ ഇന്ന് പാർലമെൻറ്റിൽ വീണ്ടും സ്ത്രീ പ്രാതിനിധ്യം 33% കൊണ്ടുവരുന്നതിന് വേണ്ടി ലോക്സഭയിൽ കൊണ്ടുവരുമെന്ന് പുതിയ ഇന്നത്തെ ഒരു വാർത്തയുണ്ട്. എന്ന് പറഞ്ഞാൽ മന്ത്രിസഭയൊക്കെ തീരുമാനിച്ചു. ഇപ്പോൾ ഒരു സംശയം, ഇപ്പോൾ ഈ സഭ അത് പാസ്സാക്കിയാൽ അന്ന് രാജ്യസഭ പാസ്സാക്കിയത് നിലവിലിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ രാജ്യസഭയുടെയും ലോക്സഭയുടെയും തീരുമാനത്തിൻ്റെ വെളിച്ചത്തിൽ ഇത് പ്രായോഗികമാക്കാൻ കഴിയില്ലേ? കഴിയും, പാസ്സാക്കിയാൽ. രാജ്യസഭ പാസ്സാക്കി കഴിഞ്ഞതാണല്ലോ ബിൽ. ഇല്ല, പാസ്സാക്കിയ നിയമം ലാപ്സ് ആവില്ലല്ലോ. പിന്നെ ഇവിടെ പാസ്സാക്കിയാൽ മതി, ലാപ്സ് ആവില്ല. ലോക്സഭ പാസ്സാക്കി പ്രസിഡന്റിന്റെ അനുമതി അസന്റ് കൂടി കിട്ടിയാൽ നിയമമായി. ഈ നിയമസഭയും പാർലമെന്റും ഒക്കെ പാസ്സാക്കിയ നിയമങ്ങളെ കോടതിക്ക് വ്യാഖ്യാനിക്കാന്ന്. ഇപ്പൊ വ്യാഖ്യാനിച്ചു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ നിയമത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ അത് പിന്നീട് റദ്ദ് ചെയ്യാണോ ചെയ്യുക? അതിലെങ്ങനെയാണ് മാറ്റം വരുത്തുക? കോടതിയുടെ വ്യാഖ്യാനം നിയമസഭയുടെ സ്പിരിറ്റിന് അല്ലെങ്കിൽ നിയമം പാസ്സാക്കിയതിൻ്റെ സ്പിരിറ്റിന് വിരുദ്ധമാണെന്ന് തന്നാൽ തിരുത്താം. അതിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. 59 കാർഷിക കടാശ്വാസ നിയമത്തിലെ ചില വ്യവസ്ഥകൾ കോടതി വ്യാഖ്യാനിച്ചത് പിന്നീട് തിരുത്തി, പിന്നീട് വീണ്ടും ഭേദഗതി ചെയ്തു നിയമസഭ. സാർ, എൻ്റെ ഒരു ചോദ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്ന ഒരു തീരുമാനത്തെ സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാനുള്ള അധികാരമുണ്ട്. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ സുപ്രീം കോടതി പറയുന്നു അതിന് നിയമമില്ല എന്ന്. അല്ല, തെരഞ്ഞെടുപ്പ് കേസുകൾ വരുന്നുണ്ടല്ലോ പലതും. അല്ല, പാർട്ടിയെ വേർതിരിക്കുന്ന, പാർട്ടിയെയും ചിഹ്നത്തെയും വേർതിരിക്കുന്ന വിഷയമാണ് ഞാൻ പറഞ്ഞത്. അതിനെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അതിന് ഞാൻ ഉത്തരം പറയാൻ ആളല്ല. സാർ, സംസ്ഥാന ഗവൺമെന്റ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സുപ്രീം കോടതിയിലെ അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാര് റിട്ടയർ ചെയ്യുന്ന സമയത്ത് അവർക്ക് ആകർഷണീയമായ ഒരു ജോലി കൊടുക്കുന്നു. അത് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിയെ സ്വാധീനിക്കുന്നതല്ലേ? അല്ല, ഈ സാധാരണ ഈ റിട്ടയർ ചെയ്ത ജഡ്ജിമാർ, ചില ജഡ്ജിമാർ അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടുണ്ട്. വേറെ പദവികളൊന്നും സ്വീകരിക്കില്ല എന്ന നിലപാടെടുത്ത ജഡ്ജിമാരുണ്ട്. അങ്ങനെ നിലപാടെടുത്തിട്ടുള്ള ജഡ്ജിമാരുണ്ട്. അത്ര ഞാൻ പറയുന്നു. അത് ഈ പറയുന്നത് പോലുള്ള ഒരു ആരോപണം ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സർ, നമ്മുടെ ഈ തീരദേശ സംരക്ഷണ നിയമം വന്നല്ലോ. ഇപ്പോൾ 2019 പ്ലാൻ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ അതിൻ്റെ പ്രോസസ്സ് നടക്കുകയാണ്. ഈ തീരദേശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്ന സന്ദർഭത്തിൽ അത് എക്സിക്യൂട്ടീവിൻ്റെ മാത്രം ഒരു ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നതെന്നും പാർലമെൻറ്റിൽ ഇതുവരെ ആ നിയമത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെയാണ് വന്നതെന്ന് ഒരു അഭ്യൂഹമുണ്ട്. ശരിയാണോ ഇല്ലയെന്ന് അറിയില്ല. അങ്ങനെയെങ്കിൽ
അത് എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും തമ്മിലുണ്ടാകേണ്ട പരസ്പര പൂരകമായ ആ ബന്ധത്തിൻ്റെ ഒരു ലംഘനമല്ലേ എന്ന് എനിക്ക് അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് അറിയില്ല. അറിയാത്തൊരു കാര്യം ഞാൻ പറയുന്നു. ചില സ്വകാര്യ ബില്ലുകൾ നിയമമായി വന്ന സ്ഥലത്ത് സ്വകാര്യ ബില്ല് അതേപടി തന്നെ വരാറുണ്ട്. കലാസാഹിബിന്റെ 76-ലെ സ്ഥിതി സംരക്ഷണ ബില്ലുമായി വന്നിട്ടുണ്ട്. അത് ഗവൺമെന്റ് ഔദ്യോഗിക ബില്ലായി മാറ്റി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അതിനെങ്ങനെയാണ് അത് അതേപടി നിയമമാക്കാമോ? സ്വകാര്യ ബില്ലിനോട് സർക്കാർ യോജിക്കുന്നുണ്ടെങ്കിൽ സർക്കാർ അത് ഔദ്യോഗിക ബില്ലായിട്ട് കൊണ്ടുവരും. അതേപടി ഉണ്ടായി നിയമമാക്കിയതായിട്ട് എനിക്കറിയില്ല. എൻ്റെ പരിമിതമായ അറിവിൽ ഇല്ല. സർക്കാർ അംഗീകരിക്കുകയും സർക്കാർ അത് നിയമമായിട്ട് കൊണ്ടുവരികയും ചെയ്യുക. അതെ അതെ പറ്റും. അങ്ങനെ പറയുന്നില്ല. പക്ഷെ അത് ഈ സ്വകാര്യ ബില്ല് പാസ്സാവുമ്പോൾ അതിപ്പോൾ പ്രതിപക്ഷാംഗം കൊണ്ടുവരുന്ന ഒരു സ്വകാര്യ ബില്ലാണ് പാസ്സാവുന്നത് ധരിക്കുക. അപ്പോൾ അതിലൊരു പ്രശ്നം വരും. സർക്കാർ ഇത് അംഗീകരിക്കുകയും സർക്കാർ ഇത് ബില്ലായിട്ട് കൊണ്ടുവരും ചെയ്യല്ലേ. പാസ്സാവില്ല, അത് വേറെ കാര്യം. ഞാൻ ഒരു സംശയം ചോദിക്കാൻ, ഇത് സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് ദ സിലബസ് ആണ്. എന്നിരുന്നാൽ പോലും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ആക്ട് പാസ്സാക്കി, നിയമസഭ പാസ്സാക്കി, അതിൻ്റെ റൂൾസ് ഫ്രെയിം ചെയ്യുന്നതും മറ്റു കാര്യങ്ങളുമെല്ലാം എക്സിക്യൂട്ടീവാണ് ചെയ്യുന്നത്. അറ്റ് മെനി ടൈംസ് പലപ്പോഴും വളരെ അബ്സേർഡായിട്ടും വളരെ മിസ്ലീഡിംഗ് ആയിട്ടും വളരെ ഇതായിട്ടുമുള്ള റൂൾസും സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ നടക്കാൻ. ഈ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ ചെക്ക് ചെയ്യാൻ നമ്മുടെ നിയമസഭാ സമിതികളല്ലാതെ, അല്ലെങ്കിൽ നിയമസഭാ സമിതികളാണ്, ഈ പാർലമെൻറ്റിലെ പ്രൊസീജിങ്സും ഇങ്ങനെ തന്നെയാണോ? അത് ആക്ച്വലി ഒരു പ്രോപ്പർ സ്ക്രൂട്ടണി എവിടെയും നടക്കുന്നില്ല. അതല്ലെങ്കിൽ അത് എഫക്റ്റീവായ സ്ക്രൂട്ടണി കോടതിയിലേ പോകാൻ പറ്റുന്നുള്ളൂ. കോടതിയിൽ പോയിട്ട് വരുമ്പോൾ പലപ്പോഴും ജഡ്ജിമാരിരുന്ന് ചോദിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങൾ മര്യാദയ്ക്ക് നിയമം ഉണ്ടാക്കാത്തതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇത് ചെയ്യേണ്ട വരും. പക്ഷെ ഒരിക്കലും ആക്ട് അല്ല, എവറിത്തിങ് ഈസ് ഓൺ റൂൾസ് അല്ലെങ്കിൽ അതിൻ്റെ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ വരുന്ന തെറ്റാണ്. അസംബ്ലി ചട്ടം പാർലമെന്റിൽ ടേബിൾ ചെയ്യണം. അല്ല, ടേബിൾ ചെയ്യുമ്പോൾ നമ്മുടെ ഇടപെടാം ശരിയാണ്. പക്ഷേ അല്ല, പാർലമെന്റ് മെമ്പർമാർക്ക് ആ ചട്ടത്തിൽ ഇടപെടാം. അല്ല, ഞാൻ ചോദിച്ചത് ആ എഫക്റ്റീവ്നെസ് ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. ഇത് ടേബിൾ ചെയ്ത് പോകുന്നു എന്നുള്ള അല്ലല്ല, ആ ചട്ടത്തിൽ ഭേദഗതി ചെയ്യാനുള്ള ഇടപെടൽ പാർലമെന്റ് അംഗങ്ങൾക്ക് ഉപയോഗിക്കാം. ഇടപെടാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് വളരെ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഇപ്പം കഴിഞ്ഞ രാജ്യസഭയിൽ അത്തരം, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് അങ്ങനെ ഒരു പ്രശ്നം ഒരു നോട്ടീസ് കൊടുത്തും ചർച്ച ചെയ്തു എന്ന് എൻ്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ പറയണത്. അങ്ങനെ ചട്ടം നിർമ്മിക്കുന്ന ചട്ടം പാർലമെൻറ്റിൽ ടേബിൾ ചെയ്യണം. ടേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അംഗങ്ങൾക്ക് അതിൽ ഭേദഗതി നിർദ്ദേശിക്കാം, അമെൻമെൻറ്റ് കൊണ്ടുവരാം. മാത്യു പറഞ്ഞതുപോലെ തന്നെ ഈ പലപ്പോഴും പല ഉത്തരവുകൾ സർക്കാരിന് വേണ്ടി കൊണ്ടുവരുന്ന എക്സിക്യൂട്ടീവ് തലത്തിൽ നിന്നാണ് ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. പക്ഷെ പല ഉത്തരവുകളിലും വ്യക്തതയില്ല. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് റോഡ് നിർമ്മിക്കുന്നതിന് അത് ഗവൺമെന്റ് ഉത്തരവിന്റെ കാര്യമാണ്. മാത്യു പറഞ്ഞത് റൂൾസുമായി ബന്ധപ്പെട്ട് എൻ്റെ വേറെ പ്രശ്നമാണ്, ഔട്ട് ഓഫ് സിലബസ് ആണ്. അപ്പോൾ ഈ MLA-മാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് റോഡ് നിർമ്മിക്കുന്നതിന് കുഴപ്പമില്ല, ഫസ്റ്റ് വാചകം. പക്ഷേ റോഡ് ടാറിങ്, ടയർ വിരിക്കൽ, ഈ കോൺക്രീറ്റ് ഇത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും വളരെ കൺഫ്യൂഷൻ ആവുന്ന പല ഉത്തരവുകളും വ്യക്തതയില്ലാതെ പുറത്തുനിന്ന് വരുന്നുണ്ട് എന്നുള്ളത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ചൂണ്ടിക്കാണിക്കും. അത് മറ്റേ എൽദോസ് ഒരു കത്തായിട്ട് തന്നാൽ പരിശോധിച്ച് അതിന് മറുപടി ഇട്ട് തരാം. അതാണ് അതിൽ പറ്റുക. ഇവിടെ റൂൾസിൻ്റെ കാര്യത്തിൽ നമ്മുടെ നിയമസഭാ കമ്മിറ്റികളാണല്ലോ റൂൾസ് അംഗീകരിക്കുന്നത്. തയ്യാറാക്കുന്ന എക്സിക്യൂട്ടീവ് ആണെങ്കിലും അമെൻമെന്റ് കൊടുക്കാം. അത് ഞാൻ പറഞ്ഞു. പക്ഷെ ആരും പരിശോധിച്ച് ചെയ്യാറില്ല. അത് വളരെ കുറച്ചേ ചെയ്യാറുള്ളൂ. നിയമസഭയിൽ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. ചർച്ചയില്ല, ഇതുണ്ടോ? അമെൻമെന്റ് കൊടുക്കാം. പിന്നെ ഒരു ചോദ്യം, ഈ ഭരണഘടന അംഗീകരിച്ചതാരാ? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. അതെ, അപ്പൊ അതിന് വേണമെങ്കിൽ മാറ്റാനും അധികാരമുണ്ടല്ലോ. അല്ല, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇപ്പൊ ഇല്ലല്ലോ. ഭരണഘടന പാർലമെന്റിന് മാറ്റാമല്ലോ. പാർലമെന്റിന് മാറ്റാം ഏതും. ഇതിലൊരു ശരി, ഇതൊക്കെ പറയട്ടെ. 75 മുതൽ 77 വരെ ഭരണഘടന എവിടെയിരുന്നു? സുപ്രീം കോടതി എവിടെയിരുന്നു? ഉണ്ടോ? അപ്പോ അല്ല, ഞാൻ പറയാം,
അല്ല ഇത് അങ്ങനെയല്ല പറഞ്ഞത്. ഇത് ഒരിക്കലും ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമുണ്ടോ? കാലത്തിനനുസരിച്ച് മാറിയേ മതിയാവുള്ളല്ലോ. എന്തായാലും തെറ്റ്. ഭരണഘടന പാർലമെൻറ്റിന് അമെൻഡ് ചെയ്യാം, പക്ഷെ ഒറ്റ വ്യവസ്ഥയ്ക്ക് വിധേയമായി ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റം വരുത്താൻ പാടില്ല. അത് 75-ൽ എന്ത് ചെയ്തു? അത് അല്ല, ഞാൻ പറയട്ടെ. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ മാറ്റം വരുത്താതെ ഭേദഗതി ചെയ്യാം. പിന്നെ അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. അതും ഭരണഘടനാ വ്യവസ്ഥ ഉപയോഗിച്ചാണ് പ്രഖ്യാപിച്ചത്. അതിനും ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ട്. അതാ നേരത്തെ സബ്ജക്റ്റ് കമ്മിറ്റി ഇവിടെ റൂൾസിൻ്റെ കാര്യം പറഞ്ഞല്ലോ. സബ്ജക്റ്റ് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിലാണല്ലോ പരിശോധിക്കുന്നത്. ഡ്രാഫ്റ്റിംഗ് സ്റ്റേജിൽ തന്നെയാണ് സബ്ജക്റ്റ് കമ്മിറ്റി പരിശോധിക്കുന്നത്. അത് നമ്മൾ ആത്മവിമർശനപരമായി പരിശോധിക്കേണ്ട കാര്യമാണ്. നിയമസഭാ അംഗങ്ങൾ സ്വയം വിമർശനപരമായി പരിശോധിക്കേണ്ടതാണ്. റൂൾസ് ഫ്രെയിം ചെയ്യുന്നതിൽ എല്ലാം പോവും. അല്ല, റൂൾസ് സബ്ജക്റ്റ് കമ്മിറ്റിയാണ് ഫ്രെയിം ചെയ്യുന്നത്. അല്ല, എല്ലാ റൂൾസും പോവും. എല്ലാ ചട്ടങ്ങളും പോവും. അല്ലല്ല, എല്ലാ ചട്ടങ്ങളും സബ്ജക്റ്റ് കമ്മിറ്റി പോവും. ബന്ധപ്പെട്ട സബ്ജക്റ്റ് കമ്മിറ്റികളിൽ പോവും. ശരി, വൈൻഡപ്പ് ചെയ്യാന്നാണ് പറയണത്. അപ്പം നമുക്ക് നേരത്തെ വന്ന ചോദ്യം അതാണല്ലോ ഇപ്പോഴും എല്ലാവരും അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ആരാണ് വലുത് എന്ന ചോദ്യമാണ്. അത് മറ്റേ പാർലമെൻറ്റാണോ ജുഡീഷ്യറി ആണോ എന്ന്. അതിൽ ഷംസുദ്ദീൻ പറഞ്ഞു നമ്മളാണ് വലുത്, പാർലമെൻറ്റാണ്, നിയമനിർമ്മാണ സഭയാണ്, മറിച്ചാണ്. നമുക്കിങ്ങനെ ഒരു തീർപ്പിലെത്താം. ഭരണഘടന പ്രകാരം ഇങ്ങനെ ഒരു തീർപ്പിലെത്താനേ പറ്റൂ. അതാതിൻ്റെ മേഖലകളിൽ അതാത് സ്ഥാപനങ്ങൾ സുപ്രീമാണ് എന്നതാണ്. അതാണ് നിയമനിർമ്മാണത്തിൽ സുപ്രീം ലെജിസ്ലേച്ചറാണ്, നിയമം വ്യാഖ്യാനിക്കുന്നതിൽ സുപ്രീം കോടതിയാണ്, നിർവഹണത്തിൽ സുപ്രീമായിട്ടുള്ളത് എക്സിക്യൂട്ടീവാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ സുപ്രീമായിട്ടുള്ള ഭരണഘടന. അപ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും നന്ദി.